നമ്മുടെ ഈ സെഷൻ്റെ പേര് ഇവിടെ എനിക്ക് ഞാൻ കണ്ട പ്രൗഡ് ടു ബി എ കിന അല്ലേ? ക്നാനാക്കാനായിരിക്കുന്നതിൽ അഭിമാനം കണ്ടെത്തുക. ഈ ക്നാനാക്കാനായിരിക്കണമെങ്കിൽ അഭിമാനം കണ്ടെത്തണമെങ്കിൽ കിന എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഷോർട്ട് ഫോം അല്ലേ? ക്നാനായ എന്നുള്ളത് നമ്മൾ ചോദിക്കുക, എടാ കിനായാണോടാ, എടി നീ കിനായാണോടി, നമ്മളെങ്ങനെ ചോദിക്കത്തില്ലേ? അങ്ങനെ വന്നപ്പോൾ ഞാനിത് 1995 കാനഡയിൽ വെച്ചാണ് കേട്ടത്. അവിടെ യൂത്ത് പിള്ളേർക്ക് മലയാളമൊന്നും അറിയത്തില്ല, അവർക്ക് ഞാൻ ഈ ക്നാനായ സമുദായത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. അന്ന് ഈ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ്റെ കാലമൊന്നുമല്ല, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന നോട്ട് ബുക്കില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ടുഡേ ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ റെലവൻസ് ഓഫ് ക്നാനായ. അപ്പോൾ അവൻ ചോദിക്കാൻ, അച്ഛൻ വാട്ട് ഈസ് ദ ക്നാനായ, വാട്ട് ഈസ് ക്നായോ? പിന്നെ ഇത് തുടർച്ചയായിട്ട് കേൾക്കാൻ തുടങ്ങി. അപ്പം നിങ്ങൾ ക്നാനാക്കാനായിരിക്കുന്നതിൽ അഭിമാനമുണ്ടോ? കമോൺ, ഞാൻ പറയുന്നത് കേൾക്കോ? ക്നാനാക്കാനായിരിക്കുന്നതിൽ അഭിമാനമുണ്ടോ? ഒരു അനക്കവും ഇല്ലാത്ത പിള്ളേർ. ഉച്ചയ്ക്ക് എന്നാ കഴിച്ചേ? ബിരിയാണിയാണോ? അതോ ഒരനക്കവും ഇല്ലാത്ത പെൺപിള്ളേരാണല്ലോ സാധനം ചാടി നിൽക്കുന്നത്. ക്നാനാക്കാനായി അഭിമാനം ഉണ്ടോ ഇല്ലയോ? മോളൊന്ന് ഉറക്കം പറയും. ഇങ്ങനെയാണോ ഉറക്കം പറയുന്നത്? എനിവേ, അങ്ങനെ ഒരു പാട്ട് പഠിക്കേ. മർത്തോമൻ നന്മയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരണമേ എന്ന്. ഞാൻ തന്നെയുള്ളോ? ഉത്തമനായ ഉണ്മയെഴുന്നൽക വേണം. നമുക്ക് പാട്ട് പാടി നമ്മൾ തുടങ്ങിയാണ്. ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുകയാണ്. ബിക്കോസ് ഐ എം എ ക്നാനായ. അഭിമാനത്തോടെ എവിടെ ചെന്നാലും ഞാൻ ക്നാനായാണെന്ന് പറയാനുള്ള അഭിമാനമാണ് എന്നെ ഈ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ എന്ന് തുടങ്ങിയതാണ് ഈ പഠനം നിങ്ങൾക്കറിയാവോ? നിങ്ങളെപ്പോലെ 5ലും 6ലും പഠിക്കുമ്പം എൻ്റെ അമ്മ വായിക്കുന്ന ഒരാളായിരുന്നു. അമ്മയുടെ ചുരുക്കം ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതിൽ സഭാചരിത്രവും ക്നാനായ സമുദായ ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്നുമാണ് ക്നാനായ എന്നുള്ള വിഷയത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കുവാൻ ആരംഭിച്ചത്. എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ള കാര്യം, അമ്മ വായിച്ച പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. പിന്നീട് സെമിനാരിൽ പഠിക്കുമ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു ക്നാനായ ചരിത്രം പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ ബാംഗ്ലൂർ അച്ഛൻ പറഞ്ഞ പോലെ ബാംഗ്ലൂർ പഠിച്ച സമയത്ത് അവിടെ വെച്ച് ഞാൻ എൻ്റെ മിനി തിസിസ് എഴുതാൻ ശ്രമിച്ചതാണ്. പക്ഷേ സക്സസ് ആയില്ല. എങ്കിലും ആ പഠിച്ചു വെച്ചതും കളക്ട് ചെയ്തതുമായ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് MD ചെയ്തപ്പോൾ 1999 MD പാസ്സായപ്പോൾ ഞാൻ അതിൽ എൻ്റെ തിസിസ് എന്ന് പറയുന്നത് എ സെർച്ച് ഫോർ ക്നാനായ ഐഡൻറ്റിറ്റി ആയിരുന്നു. ആ സബ്ജക്റ്റ് ഞാൻ പിന്നീട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. PhDക്ക് തിയോളജി ആയിരുന്നേ ഉള്ളൂ. പക്ഷേ എങ്കിലും എപ്പോഴും കിട്ടാവുന്നത്തോളം പുസ്തകം വാങ്ങി വായിക്കാറുണ്ട്. അതിനുവേണ്ടി കുറേ പൈസയും ചിലവാക്കാറുണ്ട് പുസ്തകം വായിക്കുന്നതിന്. പുസ്തകം വായിക്കുന്നവരുടെ എണ്ണം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒത്തിരി പേർ റീൽസ് കാണുന്നവരല്ലേ? പക്ഷേ മക്കളെ, നിങ്ങൾക്ക് എനിക്കിവിടെ തരാമെന്നുള്ളൊരു ഉപദേശം, നിങ്ങൾ വായിക്കണം. നമ്മൾ മലയാളികൾ വായനയിൽ ഒത്തിരി പുറകില്ല, പക്ഷേ വായിക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഓസ്ട്രേലിയയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന കാലയളവിൽ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ 1 പഠിക്കുന്ന കൊച്ച്, 7 പഠിക്കുന്നൊരു കൊച്ച്, 9 പഠിക്കുന്നൊരു മോന്, ഈ 3 പേരുള്ള വീട്ടിൽ ചെന്നപ്പോൾ 3 പേരിലും അവരുടെ സ്റ്റാൻഡേർഡിന് പറ്റിയ പുസ്തകം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഭവന സന്ദർശനത്തിന് വന്നാൽ നിങ്ങളുടെ എന്ത് കാണുമെന്ന് അറിയാവോ? ഏതാ? ഒന്നിൽ ഐഫോൺ, അല്ലെങ്കിൽ സാംസങ്, പിന്നെ എന്നാടാ വേറെ ഉണ്ടെന്നല്ല, ഏതാണ്ട് പ്രോ ഒക്കെയാണ് മൊബൈലിലായിരിക്കും നിങ്ങളുടെ ഇടയ്ക്കൊക്കെ കാണുന്നത്. പക്ഷേ അവിടെ വായിക്കുന്ന ഒരു തലമുറയെ സമൂഹത്തെ ഞാൻ കണ്ടു. ഇവിടെ ഞാൻ അതുകൊണ്ട് എൻ്റെ പള്ളിയിലും എൻ്റെ ബന്ധത്തിൽപ്പെട്ടവരൊക്കെ പറയും വായിക്കണം. പത്രം പോലും വായിക്കാൻ മടിയാണ് ചില പിള്ളേർക്ക്. വേദോസ്തം പിന്നെ വീട്ടിലപ്പൻ നമ്മുടെ നിർബന്ധം കൊണ്ട് വായിക്കും. മക്കളെ, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞിനി മാഷിൻ്റെ പുസ്തകം, കവിതയൊക്കെ വായിച്ചിട്ടുള്ളവരെ എവിടെയേ. എനിക്ക് യൂത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. യുവമാരല്ല, മിടുക്കന്മാർ പിള്ളേരാണ്, പെൺപിള്ളേരും മോശമല്ല കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ ഒരു തലമുറ വാർത്തെടുക്കാൻ കഴിയുമ്പോൾ നിങ്ങളും അതിൻ്റെ പിന്നാലെ വരും. വന്നല്ലോ അല്ലേ ക്നാന ഐഡൻറ്റിറ്റി. അപ്പം പ്രൗഡ് ടു ബി ക്നാനാക്കാനായിരിക്കുന്നതിൽ അഭിമാനം കണ്ടെത്തണമെങ്കിൽ നമുക്ക് ക്നാനായ എന്താണെന്ന് അറിയണം. എൻ്റെ അന്വേഷണമാണ് ഇവിടെ ഞാൻ പങ്കുവെക്കുന്നത്. 2 ഡിവിഷനായിട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഹിസ്റ്ററി ഓഫ് ദ ക്നാനായ കമ്മ്യൂണിറ്റി, ക്നാന ഇനി മാറ്റല്ലേ, പറഞ്ഞിട്ടേ മാറ്റുള്ളൂ, ക്നാനായ സമുദായത്തിൻ്റെ ചരിത്രം. മറ്റൊന്ന് ക്നാനായ ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അറിയേണ്ട നമ്മുടെ വിവാഹത്തിൻ്റെ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ. അതും വിവാഹം കഴിക്കുന്ന, നമ്മുടെ കൂട്ടത്തിൽ വിവാഹം കഴിക്കുന്നതിനൊരു പേരുണ്ട്, അറിയാമോ? സ്വവംശ വിവാഹം അല്ലെങ്കിൽ എൻഡോഗമി. ഇംഗ്ലീഷാണ് ഇപ്പോൾ എല്ലാവർക്കും സൗകര്യം, എൻഡോഗമി. അപ്പോൾ ഈ 2 സെഷനിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചർച്ച ചെയ്തത്. ആദ്യം നമ്മൾ ഹിസ്റ്ററി നോക്കിയാണ്. ഇപ്പോൾ ബിബിനച്ചനൊക്കെ പഠിച്ചു വന്ന്, ഞാൻ പഠിച്ച അതേ കോളേജിൽ തന്നെയാണ് എനിക്കൊന്ന് എൻ്റെ പ്രൊഫസർ ഒക്കെ മരിച്ചു കഴിഞ്ഞാണ് അച്ഛൻ പഠിക്കാൻ ചെല്ലുന്നത് തന്നെ. അപ്പോൾ അവർ പറയുന്നത്, എൻ്റെ പ്രൊഫസർ പറയുന്നൊരു കാര്യമുണ്ട്. ഹിസ്റ്ററി ചരിത്രം പറയുമ്പം 2 സോഴ്സാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് പ്രൈമറി സോഴ്സ്, 2 സെക്കൻഡറി സോഴ്സ്.
പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്ര രേഖകൾ. ഇപ്പം നമുക്ക് ഒന്നാമത് ഏൻഷ്യൻ ഫോക്ക് സോങ് ട്രഡീഷൻ എന്ന് പറയും. അതെന്തുവാ? ക്നാനാക്കാരുടെ പുരാതന പാട്ടുകൾ കേട്ടോ, ഫോക്ക് സോങ് ട്രഡീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മുടെ വെഡ്ഡിങ് റിച്വൽസ്. ഇതാണ് നമ്മുടെ പ്രൈമറി സോഴ്സ്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ക്നാനായ ഇരിക്കുന്നതെങ്കിൽ ചരിത്രം അറിയണമല്ലോ, അതിന് നമ്മൾ ഇതിനെ ഉപയോഗിക്കാം. രണ്ടാമത് സെക്കൻഡറി സോഴ്സ്, ഡിഫറെൻറ്റ് റൈറ്റിങ്സ് ഇൻ മലബാർ ട്രഡീഷൻ, പോർച്ചുഗീസ് ട്രഡീഷൻ ആൻഡ് സെക്കുലർ റൈറ്റിങ്സ്. ഒത്തിരി പേര് ക്നാനാക്കാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നല്ലത് എഴുതിയിട്ടുണ്ട്, ചീത്ത എഴുതിയിട്ടുണ്ട്. അറിയാമോ? ചീത്തയും മോശമായിട്ടും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വായിച്ച് വന്നെങ്കിൽ മാത്രമേ ഒരു തീസിസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം കൂടെ രത്ന ചുരുക്കത്തിലേക്ക് വരികയാണ് അടുത്തത്. അപ്പോൾ നമ്മൾ ഫോക്ക് സോങ് ട്രഡീഷനിലേക്ക് ആദ്യം വരാം. ക്നാനാക്കാരുടെ പുരാതന പാട്ടുകൾ നൂറ്റാണ്ടുകളായി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗീതങ്ങളാണ്. പക്ഷേ നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ പുരാതന പാട്ടുകൾ ഇപ്പോൾ മലയാളത്തിലാണ്. പക്ഷെ ഇവരിവിടെ വരുമ്പോൾ ഇവരുടെ ഭാഷ എന്തായിരുന്നു? അറാമൈക് സിറിയക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ ലാംഗ്വേജിൽ വന്ന പാട്ടുകൾ ഓറൽ ട്രഡീഷൻ എന്ന് പറയും, വായ്മൊഴി പാരമ്പര്യം. നമ്മുടെ നാടൻ പാട്ടുകളൊക്കെ അറിയാമോ? ഈ കലാഭവന്റെ പാട്ടുകളല്ല ഉദ്ദേശിച്ചത് കേട്ടോ. നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നിലമ്പേരിക്കാർക്കറിയാം. ഇവിടെ കൊയ്ത്തുപാട്ടുണ്ട്, വിതപ്പാട്ടുണ്ട്, അറിയാമോ? പിന്നെ നമ്മുടെ എല്ലാം വീട്ടിൽ അമ്മമാർ പാടുന്ന താരാട്ട് പാട്ടുണ്ട്. പിന്നെ അമ്പലത്തിൽ നിന്ന് വരുന്ന തൊഴിലുണർത്തൽ പാട്ടുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ പാട്ടുകൾ അക്ഷരങ്ങളൊക്കെ ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പാട്ടുകൾ ഫോം ചെയ്തിട്ടുണ്ട്. മലയാളം തന്നെ രൂപപ്പെട്ടത് ഏതാണ്ട് 16-ാം നൂറ്റാണ്ടിലാണ് ഏതാണ്ട് ഒരു ഭാഷയൊക്കെ വന്നു തുടങ്ങിയത് തന്നെ. അതിനു മുമ്പ് വരെ തമിഴും സംസ്കൃതവും കൂടെ ചേർന്ന ഒരു മിശ്രിതമായ ഒരു ഭാഷയായിരുന്നു. അപ്പം നമുക്ക് ഈ റിട്ടൺ ലാംഗ്വേജ് വന്നപ്പോഴാണെന്നറിയോ? 19-ാം നൂറ്റാണ്ടിലാണ്. അതിനു മുമ്പ് വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നാൽ ഈ ഞാനുള്ളൊരു അപ്പച്ചൻ്റെ പേര് പറയുന്നുണ്ട്, PU ലൂക്കാസ്. 1910 ആദ്യമായിട്ട് അദ്ദേഹം റിട്ടൺ ഫോം എഴുതി. പാട്ടിൻ്റെ അല്ല, ഇന്ന് നമ്മൾ കാണുന്ന ഫോമൊന്നുമല്ല കേട്ടോ, പഴയ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അത് പാടുമ്പോൾ എനിക്ക് തന്നെ പലതും മനസ്സിലാകത്തില്ല, അത്ര ഭാഷയാണ് ഉപയോഗിക്കുന്നത്. എനിവേ, അപ്പോൾ 1910 മുതലാണ്. അതിന് മുമ്പ് തകടിയിൽ മാത്തൻ തരകൻ എന്ന് പറയുന്ന ഒരപ്പച്ചനാണ് ഈ പാട്ടെല്ലാം കൂടെ കണ്ടെടുത്തത്. പലയിടങ്ങളിലും താളിയോല ഗ്രന്ഥങ്ങൾ കേട്ടിട്ടുണ്ടോ? പനയോലകളൊക്കെ എഴുതി വെക്കത്തില്ലായിരുന്നോ? ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും, സോഷ്യൽ സയൻസ് പഠിക്കുന്നവർക്ക്. അപ്പോൾ അവിടെ ഈ പാട്ട് പല താളിയോല ഗ്രന്ഥങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് കമ്പൈൽ ചെയ്തു. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായിരുന്നു. 1910. അത് ഏത് നൂറ്റാണ്ടാണ് മക്കളെ? 1910 വരുമ്പോൾ ഏത് നൂറ്റാണ്ടാ? തെക്ക് മടക്കം അറിയാൻ മേലാത്തോടെ നൂറ്റാണ്ട് ചോദിക്കുന്നത്. സൗത്തും നോർത്തും അറിയാം, റൈറ്റും ലെഫ്റ്റും അറിയാം, ഇടതും വലതും അറിയത്തില്ല മക്കളെ. 20th സെഞ്ചുറി കേട്ടോ, 20-ാം നൂറ്റാണ്ട്. 1910 ഇദ്ദേഹം ഈ പാട്ടുകളൊക്കെ ഇതെല്ലാം പാട്ടുകളെല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. ആദ്യം പറയണം, നമ്മൾ എന്തിനാ ക്നാനാക്കാർക്ക് ഈ പാട്ടുകൾ എന്തിനാണെന്ന് അറിയാമോ? ഇവിടെ മക്കളെ ഇവിടെ നോക്കിയടാ, എന്തിനാ ക്നാനാക്കാരുടെ പാട്ടുകൾ എന്നറിയാമോ? നമ്മുടെ ചരിത്രം അടുത്ത തലമുറയിലേക്ക് കൈമാറി കൊടുക്കുകയാണ്. അമ്മമാർ താരാട്ട് പാടും ഈ പാട്ട് ഉപയോഗിക്കും. അപ്പന്മാർ എവിടെ ജോലിക്കോ അല്ലെങ്കിൽ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം ക്ഷീണിച്ചിരിക്കുമ്പോൾ ഈ പാട്ട് പാടുമായിരുന്നു. അങ്ങനെ അടുത്ത തലമുറയിലേക്ക് നമ്മുടെ ചരിത്രവും പാരമ്പര്യവും കൈമാറുന്നതിനാണ് ഈ പാട്ട്. ഞാൻ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടറായിട്ടിരുന്ന ഒരു 5 വർഷമുണ്ട്, 2011 മുതൽ 16 വരെ. അപ്പം അന്ന് സെവർസിമിനിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ക്നാനാക്കാരുടെ പുരാതന പാട്ടുകൾ അവിടെ പാഠപദ്ധതിക്ക് അത് ഉൾപ്പെടുത്തണം. പണ്ട് മത്സരങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് നമ്മുടെ പാഠപദ്ധതിയിൽ നിങ്ങൾ പഠിക്കാനില്ലേ, വൈവാഹികൊക്കെ ചോദിക്കും 8-ലും 10-ലും ഒക്കെ 9-ലും 10-ലും ഒക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ പാട്ട്. ഓറൽ ട്രഡീഷൻ വഴിയായി ടു ടീച്ച് ഫെയ്ത്ത്സ്, നോംസ്, ടാബൂസ്, ട്രഡീഷൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് ദ കമ്മ്യൂണിറ്റി. അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ വലിയ പുള്ളിയാണെന്ന് വിചാരിക്കില്ല. അടുത്തല്ലേ വലിയ പുള്ളിയായിട്ടല്ല, നമ്മൾ ആരാണെന്നറിയണം. അപ്പോൾ നിങ്ങൾ ഈ പാട്ട് പഠിക്കണം. ക്നാനാക്കാണെന്നുള്ള ഏറ്റവും വലിയ തെളിവ് എന്നറിയാമോ? നടവിളി. എല്ലാവരും നടവിളിക്കാൻ മിടുക്കരാ. പെമ്പിള്ളാർ പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡാണ്, അവർ കുറച്ച് പാട്ടുകളൊക്കെ അവർ ഇച്ചിരി പഠിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ പാട്ടുകൾ അറിയണം, നടവിളിക്കണം. നമ്മളെവിടെ കൂട്ടായ്മ കൂടിയാലും നടവിളിക്കും അല്ലേ. ഞാൻ 2016 ഓസ്ട്രേലിയയിൽ ചെല്ലുന്നത്. 2017 ഇപ്പോഴത്തെ പാത്രിക്കീസ് ബാബ അവിടെ വന്നപ്പോൾ ഞങ്ങൾ സ്വീകരണം കൊടുത്തു. സ്വീകരണം കൊടുത്ത് ഞങ്ങൾ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞപ്പം യാക്കോക്കാരും ക്നാനാക്കാരും ചേർന്നാണ് കൊടുത്തത്. കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കൂട്ടത്തിലൊരു വിദ്വാൻ നടന്നടായ എന്നൊരൊറ്റ വിളി ബാവ ആ കൂട്ടത്തെ വിളിച്ചു. യാക്കോക്കാരെല്ലാം ഇങ്ങനെ സ്തബ്ധരായിട്ട് നിൽക്കുകയാണ്, ബാവ എങ്ങനെ നട വിളിക്കുന്നതെന്ന്. അപ്പം നമ്മുടെ നടവിളി ലോകം മുഴുവൻ അറിയുന്നത് കേട്ടോ. അപ്പം നമുക്കൊരു അഭിമാനം ഉണ്ടാണ് നട വിളിക്കുന്നത് എന്തിനാണെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചരിത്രം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് പോവുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ ചരിത്രം പഠിക്കാൻ വേണ്ടി ഈ പുരാതന പാട്ടുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം.
അതിലൊന്നാമത് മർത്തോമൻ നന്മയാൽ എന്നുള്ള പാട്ട്. ഒന്നും കൂടെ പാടിയാലോ? 2 വരി. 1 2 3 4. മർത്തോമൻ ലൊന്നു തുടങ്ങുന്നു നന്നായി വരണമേ എന്ന് ഉത്തമനായ മസിഹാ തിരുവുള്ളം ഉണ്മയെഴുന്നൽക വേണം. ഈ പാട്ട് എന്തിനാണ് പാടുന്നത് അറിയാം? ആദ്യം നമ്മൾ മർത്തോമാ സ്ലീഹായെ ഓർക്കുകയാണ്. മർത്തോമാ സ്ലീഹയെ ഓർക്കുന്നതിനൊരു കാരണമുണ്ട്. മർത്തോമാ സ്ലീഹ ഭാരതത്തിൽ എന്നാ വന്നത്? ഇന്ത്യയിൽ എന്നാ സെയിൻറ്റ് തോമസ് വന്നത്? AD 52. ഇവിടെ അച്ഛന് മാത്രം അറിയാത്തുള്ളൂ എനിക്ക് തോന്നുന്നത്. ചരിത്രമൊക്കെ പഠിക്കുന്നത് നല്ലതാണ്, സ്കൂളിലൊക്കെ വരുന്നതാണല്ലോ, നമ്മൾ പഠിക്കാനുള്ളതാണല്ലോ. AD 52 മർത്തോമാ സ്ലീഹ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ ആളുകൾ ക്രിസ്ത്യാനികളാക്കി. അതിൽ നിന്ന് ചില കുടുംബങ്ങളിൽപ്പെട്ടവരെ അച്ഛന്മാരാക്കി. അങ്ങനെ അച്ഛന്മാരൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ മർത്തോമാ സ്ലീഹ മരിച്ചു, കാലം ചെയ്തു കേട്ടോ. രക്തസാക്ഷി മരണം മരിച്ചത്. എന്നാ രക്തസാക്ഷി മരണം മരിച്ചെന്നറിയാമോ? AD 72. ഒരു കുന്തമേറില്ലാണ്ട് ആൾ, ഒരു വേടൻ കുന്തമെറിഞ്ഞാണ് കൊന്നതെന്നാണ് പറയുന്നത്. വേടനാണെന്നും വേടന് പാരിതോഷികം നൽകി വേറൊരാൾ ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ, മർത്തോമാ സ്ലീഹ കാലം ചെയ്ത ശേഷം ഇവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരൊക്കെ അവരെല്ലാം പ്രായമായി. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾ ഈ അച്ഛന്മാർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ക്രിസ്ത്യാനികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ആളില്ല. അവരുടെ മക്കളെ കെട്ടിക്കണമെങ്കിൽ കല്യാണം നടക്കണ്ടേ, കുർബാന വേണ്ടേ, അവരുടെ കുഞ്ഞുങ്ങളെ മാമോസമൊക്കണ്ടേ. നിങ്ങളൊക്കെ മാമോസമൊക്കെയല്ലേ? ഉറപ്പല്ലേ? ഉറപ്പാണ്. അപ്പോൾ മാമോസമൊക്കെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛന്മാരുണ്ടാവണം. അച്ഛന്മാരില്ലാത്തൊരു സാഹചര്യത്തിലാണ് ക്നായിത്തോമ AD 345 തൊട്ട് മുമ്പുള്ള വർഷം കച്ചവടത്തിന് വേണ്ടി ഭാരതത്തിൽ വരുന്നത്. അപ്പോൾ കേരളത്തിൽ കച്ചവടത്തിന് വേണ്ടി വന്ന ക്നായിത്തോമ ഇവരെ പരിചയപ്പെട്ടപ്പോൾ ഇവർ ക്രിസ്ത്യാനികളാണെന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് പള്ളിയില്ല, പട്ടക്കാരില്ല. അപ്പോൾ ഈ വിവരം അന്ത്യോക്യ പാത്രിക്കീസിന്, അതായത് ഇതിൻ്റെ അല്ല, ഇന്ത്യയുടെയും പേർഷ്യയുടെയും അന്ത്യോക്യയുടെയും മിഡിൽ ഈസ്റ്റിൻ്റെ എല്ലാം ജൂറിസ്ഡിക്ഷനുള്ള അന്ത്യോക്യ പാത്രിക്കീസിനെ ഇവർ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടിയാണ് ക്നായിത്തോമ 72 കുടുംബവുമായി, എത്ര പേരുണ്ടായിരുന്നു? 400 പേര്. ഇത്രയും പേരുമായിട്ട് ഇവിടെ കേരളത്തിലേക്ക് മലങ്കരയിൽ കുടിയേറിയത്. ഇവിടെ ഉണ്ടായിരുന്ന സെയിൻറ്റ് തോമസ് ക്രിസ്ത്യൻസിന്, ക്രൈസ്തവർക്ക് ഒരു പുനരുദ്ധാരണം കൊടുക്കുവാനും അവർക്ക് എക്ലീസിയാസ്റ്റിക് എന്ന് പറയും, സഭാപരമായ നേതൃത്വം നൽകുവാനുമാണ് ക്നാനായക്കാരോടെ വന്നത് കേട്ടോ. കച്ചവടത്തിനൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊക്കെ ചിലർ പറയാറുണ്ട്. മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്നാ പറ്റൂടാ, മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇവിടുള്ള ക്രൈസ്തവർക്ക് നേതൃത്വം നൽകുക. അപ്പോൾ ഇവിടെ മർത്തോമാ സ്ലീഹ വന്ന് കുറച്ച് പേര് ക്രിസ്ത്യാനികളായതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഈ സേഫ് സോണിലായിരിക്കുന്നത്. ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെയാണ് നമ്മുടെ അവസ്ഥ. എന്താ? സിറിയയിലൊക്കെ നമ്മളാരും കാണത്തുപോലും ഇല്ലായിരുന്നല്ലേ. എല്ലാവരും നമ്മൾ IS ഭീകരവാദി നമ്മളെ തട്ടിക്കൊണ്ട് പോയേനെ. ഇന്ന് നമ്മൾ സേഫ് സോണിലായിരിക്കുന്നതിൻ്റെ ഒരു കാരണം മർത്തോമാ സ്ലീഹയുടെ ഇന്ത്യയിലെ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് നമ്മൾ മർത്തോമാ സ്ലീഹയെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. രണ്ടാമതൊരു പാട്ടുണ്ട്. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? എല്ലാവർക്കും അറിയാം അല്ലേ? നല്ലൊരു റേസിലെ തന്നിൽ നഗരിയിൽ മരതാക മുത്തു വിളയുന്ന നാട്ടിൽ. ഈ ചരിത്രാന്വേഷണം നടത്തുകയെന്ന് പറയും. ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ട് നമ്മളോട് എന്താ പറയുന്നത് നമ്മൾ അറിയുക കേട്ടോ. അപ്പോൾ ഈ നല്ലൊരു ഊർശലേം എവിടാ? ഊർശലേം എന്ന് പറയുന്ന സ്ഥലം ഏതാ? യെരുശലേം അല്ലേ? യെരുശലേമിൻ്റെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ ഏതാ? ജനനോളെ അറിയാൻ പിള്ളേ, എനിക്ക് തോന്നുന്നത് CBSE സിലബസിലെ ജനനോളെ നിർബന്ധം അല്ലായിരുന്നോ? ഏതായിരുന്നു ക്യാപിറ്റല്? ടെലവീവ്. ഓക്കെ. അപ്പോൾ ഈ യെരുശലേം എന്ന് പറയുന്ന നഗരിയിൽ നിന്ന് ആര് വന്നു? ക്നായിത്തോമ വന്നു. അത് പറയാം, നല്ലൊരു യെരുശലേം നഗരിയിൽ നിന്നും ഈ മരതക മുത്ത് വിളയുന്ന നാട്ടിൽ ഈ ദിസ് സോങ് സ്പീക്സ് അബൌട്ട് തോമസ് ഓഫ് കാന ഹു കെയിം ഫ്രം ജെറുസലേം. അപ്പോൾ ക്നായിത്തോമായും കൂട്ടരും വന്നിരിക്കുന്ന ഒരു സ്ഥലം പാലസ്തീനാണ്. ജെറുസലേം ഉൾപ്പെടുന്ന സ്ഥലത്തിൻ്റെ പേര് പാലസ്തീൻ കേട്ടോ. ഇന്നിപ്പോൾ പാലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വരുന്നത് എന്താ? ഹമാസ് തീവ്രവാദികളൊക്കെ മനസ്സിൽ വരുന്നതല്ലേ. പാലസ്തീൻ എന്ന് പറയുന്ന മെയിൻ ഭാഗം ബേത്ലഹേമായിട്ട് വന്നൊക്കെ ഡിവിഷനുണ്ടായി. ഓക്കെ. അപ്പോൾ അന്ന് പാലസ്തീൻ ഉൾപ്പെടുന്നതായിരുന്നു ജെറുസലേം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടാതെ വേറെന്ന് പറയുന്നത് സ്പീക്സ് അബൌട്ട് ചേരമാൻ പെരുമാൾ. ചേരമാൻ പെരുമാളിനെ കണ്ട കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തെ രാജാവ് ആരായിരുന്നു? ചേരമാൻ പെരുമാൾ. അപ്പോൾ ഞാൻ നിങ്ങളെ പാട്ടിലൂടെ ചരിത്രത്തിലേക്ക് കൊണ്ടുവരാം. അടുത്തിലേക്ക് വരാം. ഇന്നു നീ ഞങ്ങളെ കൈവിട്ടോ മോറാനെ, ഇന്നു ഞങ്ങൾക്കൊരു പിന്തുണയില്ലല്ലോ. പട്ടണമൊന്നില്ല, ഭാഷകളൊന്നില്ല. പാട്ട് കേട്ടിട്ടേ
എന്താ ഒരു ഡിപ്രഷൻ മൂഡ് തോന്നുന്നുണ്ടോ? ഒരു വിഷാദം തോന്നില്ല? നിങ്ങളത് ആകെ ശോകമാണ്. ഇവരുടെ ഒരു അച്ഛൻ അറിയാം, അച്ഛനൊക്കെ വളരെ യങ്സ്റ്റേഴ്സിനെ ലിസ്റ്റിൽപ്പെട്ട അച്ഛൻ അറിയാമായിരിക്കും ഈ ടൈമൊക്കെ. ആകെ ശോകം, എൻ്റെ അച്ഛൻ അങ്ങോട്ട് അപ്പുറം ആകെ ശോകമാണ്. ഒരു ശോകം തോന്നുന്നില്ലേ? അതൊരു യാത്രാമൊഴിയാണ് കേട്ടോ. യാത്രാമൊഴിയിൽ ഇവർ പ്രിയപ്പെട്ടവരോടൊക്കെ യാത്ര പറഞ്ഞു പോവുകയാണ്. തങ്ങേളിൽ അൻപോട് തഴുകുന്നു, മാർവത്തു കണ്ണു നീർമാറും നാനേയുന്നു. എന്ത് മനോഹരമായ പാട്ടാണ്. പക്ഷെ അതിൻ്റെ തീം എന്ന് പറയുന്നൊരു യാത്രാമൊഴിയാണ്. പരസ്പരം ചേട്ടാനിമാരും ചേടിത്തേനത്തിമാരും എല്ലാം പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത് യാത്ര പറയുകയാണ്. ഇനി നമ്മൾ തമ്മിൽ കാണുമോ എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് വളരെ വികാരനിർഭരമായി യാത്ര പറഞ്ഞു പോവുകയാണ്. അപ്പം യാത്രാമൊഴിയെക്കുറിച്ച് പറയുന്ന ആ പാട്ടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ആബൂൻ ഇവരോട് പറയാണ്, കാലം ഈ രാറ് ചെല്ലുമ്പോൾ നല്ല ആബൂന്മാരെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് നമ്മൾ വിശ്വസിക്കുന്നത് മൊറാനാണ്. പാത്രിക്കീസ് ബാബ ഇവിടെ വന്ന് യാത്ര സിറിയയിൽ നിന്നുമാണ്, സിറിയയിലെ ബാഗ്ദാദിൽ നിന്നുമാണ് സിറിയയിലെ എഡേസയിൽ നിന്നുമാണ് കപ്പൽ കയറുന്നത്. മെയിൻ പോർട്ട് അതായത് ഹാർബർ അതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് യാത്ര പറയാൻ വന്നപ്പോൾ ഈ ബാബായും വരെ യാത്ര അയക്കാൻ വന്നപ്പോൾ ട്രഡീഷൻ പറയുന്നു, അവർക്ക് ഉറപ്പ് കൊടുത്ത് 12 വർഷം കൂടുമ്പോൾ നല്ല ആബൂന്മാരെ. ആരാ മോനെ ആബൂൻ ആരാ മക്കളെ? ഈ അച്ഛൻ ഈ പള്ളിയൊന്നും പറയത്തില്ല, ആബൂൻ എന്നുള്ള പേരെ പറയത്തില്ലേ? അച്ഛൻ തന്നെ പറയുന്നത് ഹിസ് എമിനൻസ് എന്നാണോ വെച്ചാൽ പറയുന്നത്, സെവറസിനെ വെച്ച് പറയുന്നത്. ആബൂൻ എന്ന് പറഞ്ഞാൽ മെത്രാപ്പോലിത്ത കേട്ടോ, തിരുമേനി എന്നൊക്കെ പറയും. നല്ല ആബൂന്മാരെ അയച്ചു തരാമെന്ന് പറഞ്ഞാൽ 12 വർഷം കൂടുമ്പോൾ നിങ്ങൾക്ക് മെത്രാപ്പോലിത്തെ അയച്ചു തരാം. എന്തിനാ? പണ്ടെന്നാ പറ്റിയത്? അച്ഛന്മാരെ മാത്രമേ വാഴിച്ചുള്ളൂ. അപ്പോൾ ആ വാഴിച്ച അപ്പസ്തോലൻ കാലം ചെയ്തു പോയി, ഈ അച്ഛന്മാർ മരിച്ചു. അപ്പോൾ 12 വർഷം കൂടുമ്പോൾ ആബൂന്മാരെ അയച്ചു തന്നാൽ ശമ്മാശന്മാരെ ആക്കാം, ശമ്മാശന്മാരെ അച്ഛന്മാരാക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ആ എക്ലീസിയാസ്റ്റിക്കൽ ട്രഡീഷൻ, സഭാബന്ധം നിലനിൽക്കാൻ അത് സഹായിക്കും. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്കറിയുന്നൊരു ഉപദേശമുണ്ട്. അതാണ് നമ്മുടെ ഈ എൻഡോഗമിയുടെ അടിസ്ഥാനം. ഞാനതിലേക്ക് പിന്നെ വരുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ആദ്യം പ്രിയാമ്പിൾ നിങ്ങളൊന്ന് ഓർപ്പിക്കുക. മക്കളെ കാണുമോ ഹിന്ദുവിൽ പോയാലും ബന്ധങ്ങൾ വേർപേടാതോർക്കേണം എപ്പോഴും, 10ഉം 7ഉം അതെപ്പോഴും ചിന്തിപ്പീൻ, പാടുമറിയാതിരിക്കണം നിങ്ങൾ. എന്താ ഈ പറയുന്ന 10ഉം 7ഉം എന്താ മക്കളെ? എല്ലാവർക്കും സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? നിങ്ങൾ പറയണ്ട, കൊച്ചുപിള്ളേർ പറഞ്ഞാൽ മതി. 10ഉം 7ഉം എപ്പോഴും ചിന്തിപ്പീൻ. അതെന്താ പറയുന്നത്? 10ഉം 7ഉം 10 + 7 = 17 എന്നാണോ? എങ്ങനെ? എന്താണ് 10 എന്ന് പറഞ്ഞാൽ 10 കമാൻഡ്മെൻറ്റ്സ്, 10 കൽപ്പനകൾ കേട്ടോ. പിന്നെ 7 എന്താണ്? 7 സാക്രമെന്റ്സ്. മെടുക്കൻ 7 സാക്രമെന്റ്സ്. മോൻ്റെ പേരെന്നാന്ന് പറഞ്ഞേ? ഓക്കെ എന്താടാ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കൺഗ്രാജുലേഷൻ, ഒരു മഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയാണ്, മക്കളെ കാണുമ്പോൾ ഹിന്ദുവിൽ പോയ, ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താ എന്ന് മാത്രം ഹിസ്റ്ററി അറിയാൻ നോക്കട്ടെ. ഹിന്ദു എന്ന് പറയുന്നത്, ഹിന്ദുവിൽ പോയാലും എന്ന് പറയും. ഹിന്ദു എന്താ? ഹിന്ദു റിലീജിയൻ ആണോ ട്രഡീഷൻ? ഓക്കെ, അത് റീജിയനാണ് കേട്ടോ, അച്ഛൻ അറിയാതെ. സിന്ധു നദീതര സംസ്കാരം പഠിച്ചിട്ടുണ്ടോ? ഇൻഡസ് വാലി സിവിലൈസേഷൻ. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാനൊക്കെ 6ാം ക്ലാസ് പഠിച്ച സിന്ധു നദിയുടെ സംസ്കാരം. സിന്ധു നദി കണ്ടിട്ടുണ്ടോ? ഞാൻ കാശ്മീർ പോയപ്പോൾ കണ്ടിട്ടുണ്ട് കേട്ടോ. സിന്ധു നദി അന്നേരമോ കാണുന്നത്. ഞാനൊത്ത് അങ്ങനെ നദി ഇല്ലായിരിക്കും, ഇതൊരു സിവിലൈസേഷൻ മാത്രമായിരിക്കും, പക്ഷെ നേരിട്ട് കാണാൻ പറ്റും സിന്ധു നദി. അപ്പോൾ സിന്ധു നദീതര സംസ്കാരം എന്ന് പറയുന്ന പണ്ട് ഞങ്ങളുടെ കാലത്ത് സ്കൂളിൽ പഠിച്ചത്, നിങ്ങളുടെ കാലത്ത് പഠിപ്പിക്കാഞ്ഞത്. എൻ്റെ കുഴപ്പമില്ല, ഹാർമറ കുഴപ്പമാണ്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആ ഹിന്ദു ദേശം എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ഇന്ത്യ എന്നാണ് പറയുന്നത്. അതിന് ഇന്നത്തെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഉൾപ്പെടുന്ന ഒരു റീജിയനാണ് ഹിന്ദു ദേശം. അപ്പം നിങ്ങൾ ഹിന്ദു ദേശത്ത് പോയാലും ബന്ധം വേർപ്പെടാതോർക്കണം. ആരോടുള്ള ബന്ധമാണ്? അന്ത്യോക്യയുമായുള്ള ബന്ധം വേർപ്പെടാതോർക്കണം. ഇന്ന് ഈ 1681 അല്ലേ, ഇത്രയും വർഷമായിട്ടും നമ്മൾ ഈ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് നമ്മുടെ പിതാവ് അന്ന് നമുക്ക് തന്ന കൽപ്പനയാണ്. ഞാനിപ്പോഴും പറഞ്ഞു, ഈ മൈഗ്രേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയും, പലയിടങ്ങളിലും ഉണ്ട് മൈഗ്രേറ്റഡ് കമ്മ്യൂണിറ്റി. പക്ഷേ ഇത്ര ജ്ഞാനായക്കാരെ പോലെ ഇത്രയും ദീർഘകാലത്തെ ഒരു ബന്ധം പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇല്ല. ഇത്രയും നാളത്തെ നമുക്ക് എന്നാ പറയുന്നത്, നമ്മുടെ ലെഗസിയാണ് അല്ലേ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന അഭിമാനമല്ലേ, പ്രൗഡ് ടു ബി എ കനാ, കറക്റ്റ് അല്ലേ? അപ്പം നമുക്ക് ഇവിടെ പറയുകയാണ്, ബന്ധം അന്ത്യോക്യമുള്ള ബന്ധം നഷ്ടപ്പെടുത്തരുത്. വീണ്ടും പറയുകയാണ്,
10 കൽപ്പനകൾ ഓർക്കണം, 7 കൂദാശകൾ ഓർക്കണം. പിന്നീട് പറയാണ് പാടുമറിയാതിരിക്കണം നിങ്ങൾ. എടാ ഇവിടെ നോക്കല്ലേ, നിന്റെ പാടുമറിഞ്ഞു പോകും. പാടുമറിയാതിരിക്കണം എന്ന് പറഞ്ഞാൽ ഡോണ്ട് മിക്സ് വിത്ത് അതേഴ്സ് ഇൻ മാരേജ്. മറ്റുള്ളവരുമായി വിവാഹത്തിൽ ഏർപ്പെടരുത് കേട്ടോ. ഇവിടെ എൻഡോഗമിയുടെ കാരണം ഇതാ കേട്ടോ. അന്ന് നമ്മുടെ പിതാക്കന്മാർ ഏൽപ്പിച്ചു വിട്ട ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ എൻഡോഗമി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. എൻഡോഗമി കാത്തു സൂക്ഷിക്കത്തില്ലേ? എങ്ങനെ കാത്തു സൂക്ഷിക്കും? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാവുള്ളൂ കേട്ടോ. ആരെങ്കിലും ആയിട്ട് ലപ്പടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഇറ്റ്. അറിയാതെ വല്ല സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ടീനേജ് പ്രായത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പിന്നെ അതിന് ബ്രേക്കപ്പ് എന്നും തേപ്പെന്നും ഒക്കെ നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയല്ലേ വെച്ചാൽ പറയുന്നത്. അച്ഛനോട് ചോദിക്കുന്നതൊക്കെ അറിയണേ, എനിക്കൊന്നും അറിയത്തില്ല. എനിവേ, നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിവാഹം കഴിച്ചെങ്കിൽ മാത്രമേ ജ്ഞാനായത്വം നിലനിൽക്കുകയുള്ളൂ. അതർവൈസ് വി വിൽ ലൂസ് ഇറ്റ്. പുറത്ത് പോകാം, നല്ല പെൺപിള്ളേരൊക്കെ കെട്ടി അമേരിക്കയിലോ UK പോകാം. പക്ഷെ ഇതിൻ്റെ ജ്ഞാനായത്വം കളഞ്ഞൊരു വല്ല കാര്യമുണ്ടോ? പെൺപിള്ളേരോടെയാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്നൊന്നും ഞങ്ങളെ പാട്ടിലൂടെയും നമ്മുടെ ചരിത്രം ബോധ്യപ്പെടുന്നു. അടുത്തത് ഇതെല്ലാവർക്കും അറിയാവുന്ന പാട്ടാ. ഓക്കെ, പാടല്ലോ. 1 2 3 4. ഒത്തുതീരിച്ചവർ കപ്പൽ കേറി മലനാടു നോക്കി പുറപ്പെട്ടാറേ, കൊടുങ്ങല്ലൂരങ്ങീതെ വന്നിറങ്ങിത്. ഞാൻ പാട്ടുകാരനോ? ഗാനമേള വൈകിട്ടുണ്ട്, എനിക്കിപ്പോൾ പാടാൻ സൗകര്യമില്ല. എൻ്റെ കൂട്ടത്തിൽ പാടുവാണെങ്കിൽ ഞാൻ പാടാം. റെഡിയല്ലേ? ഒത്തുതീരിച്ചവർ, അയ്യോ ഉണങ്ങിയ കപ്പലാന്ന് തോന്നുന്നു. നോക്കി പുറപ്പെട്ടാറേ, കൊടുങ്ങല്ലൂരങ്ങീതെ വന്നിറങ്ങി. കേട്ടോ, നമ്മൾ എവിടെയാണ് വന്ന് ഇറങ്ങിയത്? സത്യത്തിൽ ഇതിനൊക്കെ ഞാൻ താങ്ക്സ് പറയുന്നത് എൻ്റെ പ്രൊഫസർ ഡോക്ടർ ടി. വർഗീസ് അച്ഛനോടാണ്. എന്നോട് പറഞ്ഞ അച്ഛൻ, നിങ്ങളുടെ പാട്ടിലുണ്ട് നിങ്ങളുടെ ചരിത്രം. അപ്പോൾ ഞാനിത് വിശദമായി പഠിച്ച് പറയാൻ പറ്റി. കൊടുങ്ങല്ലൂർ വന്നാണ് ക്നാനായക്കാൻ ഇറങ്ങിയത്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം, കപ്പൽ തുറമുഖം ഏതായിരുന്നു? കൊടുങ്ങല്ലായിരുന്നു കേട്ടോ. നിങ്ങൾ പല ഹാർബറും കേട്ടുകൊണ്ടായിരിക്കും. കോഴിക്കോടൊക്കെ കേട്ടുകൊണ്ട് സാമൂതിരി വന്നിറങ്ങിയതാണ് കോഴിക്കോട്. അതായത് കാപ്പാടല്ലേ? കാൽപ്പാടല്ലോ, കാപ്പാടല്ലേ? കാപ്പാട് തുറമുഖത്ത് വന്നറിയാം. ഇദ്ദേഹം അന്നേരം ഈ കൊടുങ്ങല്ലൂരൊക്കെ പോയി. അപ്പം ഈ കൊടുങ്ങല്ലൂരാണ് ക്നാനായക്കാർ വന്നിറങ്ങിയെന്നുള്ളത് ചരിത്ര തെളിവാണ്. ആ കൂട്ടത്തിൽ പറയുന്നുണ്ട് എത്ര അച്ഛന്മാരും എത്ര ശമ്മാശന്മാരും അതിലുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന 2 വരിയുണ്ട്. കത്തങ്ങൾ 4 കത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ആർക്കും പറയാം കത്തങ്ങൾ എന്ന് പറഞ്ഞാൽ? പറയുന്നവർക്ക് ഒരു മഞ്ച് കിട്ടും. നീ പറഞ്ഞു നിന്റെ വല്യപ്പച്ചൻ അച്ഛൻ. കത്തങ്ങൾ ഞാൻ കത്തനാര് കേട്ടോ. നമ്മുടെ ഈശ്വരൻ കൊച്ചുമോളല്ലേ? കത്തനാരെന്നാണ്. 4 കത്തങ്ങൾ 4 കത്തനാരന്മാരുണ്ട്. എത്ര സമ്മാസന്മാരുണ്ട്? അവർക്കൊരു മുട്ടായി കൊടുത്തേ. തീർന്നു പോകുമ്പോൾ പറയണേ, പിന്നെ വെറുതെ പിള്ളേരെ കൊതിപ്പിക്കുന്നില്ല. മോടെ പേരെന്ന് പറഞ്ഞേ? കാശ് തരണമെന്ന്. അച്ഛാ കൊടുത്തേക്കണേ. മോർഗൻ, MORGAN. ഓക്കെ, അത് ഒരു ജർമ്മൻ നെയിമാണല്ലോ മോർഗൻ അല്ലേ അച്ഛാ? 2 എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജർമ്മനാവും. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ശമ്മാശന്മാർ എത്ര പേരുണ്ട്? ബാക്കി പറയാം. ശമ്മാശന്മാരവർ 20 2 ശമ്മാശന്മാരുണ്ട് കേട്ടോ. ഈ പാട്ടിൽ വീണ്ടും പറയുന്നുണ്ട്, നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ഒത്തിരി പേര്, രാജാവ് കുറച്ച് നാട്ടുരാജാക്കന്മാരെയൊക്കെ അയച്ച് വളരെ വലിയ സ്വീകരണമൊക്കെ ലഭിച്ച് നമ്മളിവിടെ കപ്പലിൽ വന്ന് നമ്മളെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അത്ര ഒത്തിരിച്ച പാട്ട് നമുക്ക് ഒത്തിരിയും മനസ്സിൽ തന്നെ നമുക്ക് ഭയങ്കര ആഘോഷമുണ്ടാകുന്ന പാട്ടാണ് അല്ലേ? എനിക്കൊന്ന് എല്ലാവരും ബോയ്സ് ആൻഡ് ഗേൾസിനൊക്കെ അറിയാവുന്ന പാട്ടാണ്. അടുത്തിട്ടവനെ അടുത്തത് ഈ പാട്ട് സൺഡേ സ്കൂൾ മത്സരത്തിന് സീനിയേഴ്സ് വരുന്ന പാട്ടാണ്. മുന്നം മലങ്കര കൂടിയേർ ആദിനാലെ തൊമ്മൻ കീനാനെന്ന മുതിർന്നവാറെ മെയ്യ രാജമക്കൾ 80 കൂടി പുകിന്ത് എന്ന് പറഞ്ഞാൽ എന്നാ? പഴയ തമിഴാണ് കേട്ടോ. ഞാൻ പറയാം, തമിഴ് മലയാളത്തിൻ്റെ മിശ്രിതം, തമിഴ് മിശ്രിതം ഈ പാട്ടിലുണ്ട്. പൂക്കുക എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക. കപ്പൽ പുകിന്ത്, കപ്പലിൽ പ്രവേശിച്ചു. എത്ര പേരാ? രാജമക്കൾ 80. 80 എത്രയാ? 80 പറഞ്ഞാൽ അറിയത്തില്ല. 8 9s അതും അറിയത്തില്ലേ? നിങ്ങൾ ഞാൻ ടേബിൾ ഇവിടെ നിന്ന് എഴുതിച്ചിട്ട് വിടത്തുള്ളൂ. 8 9s 72. 8 9s 72. അപ്പോൾ 80 72 കുടുംബം. നമ്മളെ എത്ര പേര് വന്നു എന്നുള്ള തെളിവാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. രാജമക്കൾ എന്നാണ് പറയുന്നത്. ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് രാജമക്കളായിട്ടാണ് നമ്മളെക്കുറിച്ച് പറയാറ്. 80 കൂടിപ്പോകുന്ന അവർ വന്ന്
കപ്പലിൽ പ്രവേശിച്ചു. പിന്നെ പാട്ടി പറയുന്നുണ്ട്, കൊടുങ്ങല്ലൂർ അവർ വന്ന് ഇറങ്ങി. രാജാവ് ചേരമാൻ പെരുമാൾ അവരെ സ്വീകരിച്ചു. കൂടാതെ അതിൽ പറയുന്നുണ്ട് ഇവർക്ക് പദവികൾ കൊടുത്തു. എത്ര പദവികളാ? ആരാ പറഞ്ഞേ? മുട്ടയുണ്ടോടാ? ആരാ പറഞ്ഞേ? എലിയാസ് പറഞ്ഞു 72 പദവികൾ. ഒരു മുട്ടായി കൊടുത്ത് സ്റ്റോക്ക് തീരുമാനം പറയണേ. നിങ്ങൾ അവർ ഗെയിമിന് വെച്ചിരിക്കുന്ന ഇനിയും തരണ്ട, ഇനി അവസാനം ഇവന്മാർ എന്നെ പിടിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് AD 345 കനാനായ ഇവിടെ കുടിയേറിയെന്നും. രണ്ടാം പറയുന്നത് തന്നെ കോപ്പർ പ്ലേറ്റ്, തോമസ് ഓഫ് കാന കോപ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ചെപ്പേടെന്ന് പറയത്തില്ലേ, കിനായ് തമ്മൻ ചെപ്പേട്. അതിൽ 72 പദവികൾ അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ 72 പദവി ആലേഖനം ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന പദവികളെക്കുറിച്ചും ഈ പാട്ടിൽ സൂചിപ്പിക്കുന്നു. അടുത്തതിലേക്ക് പിന്നെ പള്ളിപ്പാട്ടുകൾ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 20-ാം നൂറ്റാണ്ടിന് തൊട്ട് മുമ്പ് വരെയുള്ള പള്ളികൾക്ക് പള്ളിപ്പാട്ടുണ്ട്. പള്ളിയുടെ ചരിത്രം പറഞ്ഞ് അതിന് ശരിക്കും 1913 എൻ്റെ ഇടവപ്പള്ളിയാണ് തേടിപ്പള്ളി, അതിനും പാട്ടുണ്ട്. പിന്നെ മുന്നോട്ട് വരുമ്പോൾ എത്ര പള്ളികൾക്ക് പാട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. 20-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള കല്ലിശ്ശേരി പള്ളി, കോട്ടയം വലിയപള്ളി, റാന്നി വലിയപള്ളി, ഇതിനെല്ലാം പള്ളിപ്പാട്ടുകളുണ്ട്. എന്താ ഈ പള്ളിപ്പാട്ടെന്നറിയാമോ? ഇതിൻ്റെ അകത്ത് ക്നാനായ ചരിത്രം പറയുന്നുണ്ട്. ഈ പള്ളി എങ്ങനെ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. ഇതിൽ ആരുടെ കാലത്താണിത് ഉണ്ടായെന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ചരിത്രങ്ങൾ വിളമ്പിത്തരുന്ന പള്ളിപ്പാട്ടുകളും നമുക്ക് പാട്ടുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അടുത്തിരിക്കും. അപ്പം ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത് ഇത്രയും കാര്യങ്ങളിലൂടെ നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചത് നമ്മുടെ പാട്ടുകൾ പാടുമ്പോൾ ചരിത്രാവബോധം ഉണ്ടാകണം. ഇനി നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ മറ്റ് റൈറ്റിങ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബാക്കി പറയുന്നത്. മേജർ ഫാക്ടേഴ്സ് ഓഫ് ദ ക്നാനായ ഹിസ്റ്ററി. ക്നാനായ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. ഒന്ന്, ഹോംലാൻഡ് ഓഫ് ദ ഇമിഗ്രൻസ്. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? ക്നാനായക്കാർ എവിടെ നിന്നാണ് വന്നത്? സാറിന് ഞങ്ങൾക്ക് ഒരൊറ്റ സ്ഥലം കേൾക്കുന്നത്. എവിടുന്നാ ക്നാനായ എവിടെ നിന്നാണ് വന്നേ? സിറിയ. ഇതാണ് എല്ലാവരും പറഞ്ഞത്. എഡേസ എന്ന് കുറച്ചുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് പറയാറുണ്ട്. നമ്മൾ പൊതുവിൽ പറയുന്നത് സിറിയയിൽ എഡേസ എന്ന് പറയും. അങ്ങനെ എഡേസ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു തുറമുഖമായതുകൊണ്ട് ബാക്കി സ്ഥലത്ത് വന്നവരെല്ലാവരും കൂടി വന്ന്, അത് പലസ്തീനിൽ നിന്നും പേർഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നവർ വന്ന് സിറിയയിൽ നിന്ന് വന്നവർ ഒരുമിച്ച് കപ്പൽ കയറിയെന്നുള്ളൂ കേട്ടോ. അടുത്ത സ്ലൈഡ് ഇട്ടേ. അവിടെ പറയുന്നുണ്ട് ട്രഡീഷണൽ ബിലീഫ് പറയുന്നത് പലസ്തീൻ. ഞാൻ പറഞ്ഞല്ലോ കിനായത്തമ്മൻ എവിടെ നിന്ന് വന്നെന്നുള്ള പാട്ട് ഏത് പാട്ടായിരുന്നു? നല്ലൊരു ഒറുസ്ലേം നഗരി എന്നുള്ള പാട്ടില്ലേ? അപ്പോൾ കിനായത്തമ്മൻ എവിടുത്തുകാരനാ? പലസ്തീനാണ് കേട്ടോ. അപ്പോൾ പലസ്തീനിൽ നിന്നും കിനായത്തമ്മൻ വന്നപ്പോൾ ജെറുസലേമിൽ നിന്നും കാനായിൽ നിന്നും ഇമിഗ്രൻസിനെ അദ്ദേഹം കളക്ട് ചെയ്തു. കൂടാതെ അദ്ദേഹത്തിന് സിറിയയായിട്ട്, അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ മെർച്ചൻ്റ് ആയിരുന്നു. സിറിയയായിട്ട് നല്ല കണക്ഷൻ, നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സിറിയയിലെ പ്രധാനപ്പെട്ട തുറമുഖത എഡേസ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഇദ്ദേഹം കച്ചവടത്തിന് പോകുമ്പം എഡേസയിൽ ഇറങ്ങുമ്പോൾ അവിടെയും ജീവിഷ് ക്രിസ്ത്യൻസിനെ അദ്ദേഹം കാണും. ഇവിടെ നിന്നെല്ലാം സെലക്ട് ചെയ്തത് ഓൺലി ജീവിഷ് ക്രിസ്ത്യൻസ്, ജീവ്സിനെ മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ കേട്ടോ. അതിൻ്റെ കാരണമുണ്ട്, അദ്ദേഹം ഒരു ജീവ് ആയിരുന്നു. കൂടാതെ യഹൂദന്മാർ മാത്രമാണ് ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, എൻഡോഗമസ് ട്രഡീഷൻ നിലനിർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പലസ്തീനിൽ നിന്നും അദ്ദേഹം ആളുകളെ കളക്ട് ചെയ്തു. അതുപോലെ സിറിയയിൽ നിന്നും ആളുകളെ കളക്ട് ചെയ്തു. മറ്റൊരു വിഭാഗമാണ് പേർഷ്യ. പേർഷ്യ എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട തുറമുഖം ബാഗ്ദാദാണ്. ഇന്നും നമുക്ക് ബാഗ്ദാദ് അറിയാമല്ലോ അല്ലേ? ഇറാഖിൻ്റെ ക്യാപിറ്റലായിട്ട് പറയുന്ന ബാഗ്ദാദും ബസ്രയൊക്കെ പറയും തുറമുഖങ്ങളാണ്. അപ്പോൾ പേർഷ്യയിൽ എങ്ങനെയാണ് ഈ യഹൂദ ക്രിസ്ത്യാനികൾ വന്നത്? അതറിയണമെങ്കിൽ നമ്മൾ വേദപുസ്തകം വായിക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പോസ്റ്റ് എക്സിലിക് പീരീഡ് എന്നാണ് പറയുന്നത്. യഹൂദന്മാർ ദൈവത്തോട് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ നെബൂഖദ്നേസർ രാജാവ്, ബാബിലോണിയൻ ചക്രവർത്തിയുടെ അടിമത്തത്തിൽ അവരെ 70 വർഷത്തേക്ക് ബാബിലോണിലേക്ക് ഇവരെ നാട് കടത്തി അല്ലേ? അതാണ് നമ്മൾ പറയുന്നത്. ആ പോസ്റ്റ് എക്സിലിക് പീരീഡ് നമ്മൾ അത് കഴിഞ്ഞ് വേറെ പഠിക്കുന്നുണ്ട്. അപ്പോൾ 70 വർഷം കൊണ്ട് അവിടെ സെറ്റിലായി, കുറേ യഹൂദന്മാരവിടെ സെറ്റിലായി. അപ്പോൾ തിരിച്ചു പോരാൻ വേണ്ടി സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ അഹശ്വരസ് രാജാവാണെങ്കിൽ തോന്നുന്നത്, ദരിയവേശ്വര രാജാവ്, ഒരു രാജാവ് കുറച്ച് തന്നത് അല്ലേ? അദ്ദേഹം ഇവർക്ക് അനുവാദം കൊടുത്തപ്പോൾ തിരിച്ചു പോരുന്ന സമയത്ത് കുറച്ച് യഹൂദന്മാർ അവിടെ തന്നെ നിന്നു. ആ യഹൂദന്മാർ അവരുടെ എൻഡോഗമസ് ട്രഡീഷൻ ഉണ്ടാക്കൂട്ടത്തിൽ. അപ്പോൾ അവർ അവിടെ തന്നെ നിന്നപ്പോൾ അവർ ക്രിസ്ത്യാനികളാക്കാൻ വേണ്ടി മർത്തോമാ ശ്ലീഹ ഇവിടെ പലസ്തീനിൽ നിന്നും അദ്ദേഹം പേർഷ്യ വന്നു. ഇന്ന് പേർഷ്യൻ ക്രിസ്ത്യൻസ്, അതായത് ഇപ്പോൾ ചർച്ച് ഓഫ് ഈസ്റ്റ് എന്ന് പറയും, അവിടെ ഉള്ളവർ ഇന്നും അവരെ എപ്പോഴും ലാളിക്കുന്ന വലിയ പാരമ്പര്യം എന്ന് പറയുന്നത് അവർ സെയിൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻസ് പറയുന്ന പോലെ തന്നെ പേർഷ്യയിലെ ക്രിസ്ത്യൻസും അവർ പറയുന്നത്
മർത്തോമാ ശ്ലീഹയുടെ പാരമ്പര്യമാണ്. അദ്ദേഹത്തിൻ്റെ മാർ അദായി മാർ മാരി എന്ന് പറയുന്ന 2 ശിഷ്യന്മാരാണ് അവരെ പിന്നീട് അവിടെ വിശ്വാസം നിലനിർത്തുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ ഈ നമ്മുടെ ഇൻ്റർനാഷണൽ മെർച്ചൻ്റ് ആരാ, കനായ്ത്തോമൻ, അദ്ദേഹം അവിടെ ചെന്ന് ഇവരെ കണ്ടുപിടിച്ച് അവരെയും കൂടെ ഈ ഇതിലേക്ക് കൊണ്ടുവരികയാണ്, ഈ മൈഗ്രേഷന് കൊണ്ടുവരികയാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഈ പാലസ്തീൻ, സിറിയ, പേർഷ്യ ഇതെല്ലാം നമ്മുടെ പൂർവികന്മാർ വന്ന ദേശം. അല്ല, സിറിയ മാത്രം പറയില്ല കേട്ടോ, മോനെ ജോഹനെ താങ്ക്സ് ഉണ്ട്, അതെങ്കിലും പറഞ്ഞല്ലോ. പിന്നെ ഓൾ ദീസ് ചർച്ചസ് ആർ അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് പേട്രിയർക്ക് ഓഫ് ആന്ത്യോക്ക്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. ഈ അന്ത്യോക്യൻ ട്രഡീഷൻ്റെ കീഴിലായിരുന്നു ഈ 3 ചർച്ചസും. അപ്പോൾ ഇത് എളുപ്പമായിരുന്നു ക്നായത്തോമനെ ഇവരെ കൂട്ടിക്കൊണ്ടുവരാൻ. അടുത്തിലേക്ക് പോകാം. ഓക്കെ, ഈ അന്ത്യോക്യൻ ട്രഡീഷനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അന്ത്യോക്യ എന്ന് പറയുന്നത് എവിടെയാ? സിറിയ. ഓക്കെ, അന്ത്യോക്യ സിറിയയിലാണ്. അപ്പോൾ അവിടെ ഈ അന്ത്യോക്യയിലാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് ആദ്യം കിട്ടുന്നത് അല്ലേ? ഈ ഏത് രാജാവിൻ്റെ കാലത്താണ് ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ രാജാവിൻ്റെ കാലത്താണ് കേട്ടോ. അപ്പം 4 നൂറ്റാണ്ട് വരെ നമ്മുടെ പിതാക്കന്മാർ രക്തസാക്ഷിമരണം മരിച്ചു. എടാ മോനെ, നിന്നെ ഞാൻ ഇപ്പം രക്തസാക്ഷിയാക്കും, നീ ചിരിച്ചു വർത്താൻ പറഞ്ഞിട്ടുണ്ട്, നല്ല നിന്നെ ക്ലാസ് എടുപ്പിക്കും. അപ്പോൾ ആരാ നിങ്ങൾ നോക്കണ്ട, ഞാൻ കയറി പറഞ്ഞു. 4 നൂറ്റാണ്ടുകളിൽ നമ്മുടെ പിതാക്കന്മാർ രക്തസാക്ഷിമരണം വരിച്ചതിന് ശേഷം കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ കുസ്തന്തീനോസ് പോലീസ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അദ്ദേഹം ഒരു സിനഡ് വിളിച്ചു കൂട്ടുകയാണ്. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ അവിടെ വിളിച്ചു കൂട്ടി, ഇല്ല അവിടെ ബിഷപ്സിനെ വിളിച്ചു കൂട്ടി. അതാണ് ആദ്യത്തെ യൂണിവേഴ്സൽ എക്യുമെനിക്കൽ സിനഡ്, ദാറ്റ് ഇസ് കോൾഡ് കൗൺസിൽ ഓഫ് നൈസിയ അല്ലെ സിനഡ് ഓഫ് നൈസിയ എന്നൊക്കെ നമുക്ക് പറയാം. 325 വിളിച്ചു കൂട്ടിയത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? അവിടെ വന്ന പല പിതാക്കന്മാർക്കും കയ്യും കാലും ഒന്നും ഇല്ലായിരുന്നു അല്ലേ, കാഴ്ചയില്ലായിരുന്നു. ഇങ്ങനെയുള്ള പിതാക്കന്മാരാണ് അവിടെ വന്നത്. അവിടെ വെച്ച് ഒരു തീരുമാനമെടുത്തു. ജിയോഗ്രഫിക്കൽ ഡിവിഷൻ എന്ന് പറയും. അതായത് ഇത്രവുമായി ഈ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ ഭരിക്കുവാനും അവർക്ക് ശുശ്രൂഷ ചെയ്തു കൊടുക്കുവാനും ഒരു ഡിവിഷൻ ആവശ്യമാണ്. കട്ട് 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 4 പീസാക്കി എന്ന് പറഞ്ഞ് പീസാക്കി വിടുമല്ലേ എന്ന് കേട്ടോ. അതിന് ഓരോരുത്തർക്കും ഓരോ അധികാരം കൊടുത്തു. ഒന്ന് റോം, ലിയോ ഓഫ് റോം, അല്ല പോപ്പ് ലിയോ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? റോമിലെ പ്രധാനപ്പെട്ട ഒരു പിതാവാണ്, പോപ്പാണ്. അപ്പോൾ റോമിൻ്റെ കീഴിൽ കാത്തലിക്സ് നമ്മൾ പറയുന്നത് RC, അതിൻ്റെ കീഴിൽ സിറിയൻ കാത്തലിക്സും ക്നാന കാത്തലിക്സും എല്ലാം അതിൻ്റെ കീഴിൽ വരുന്നതാണ് റോം. രണ്ടാമത് വരുന്നതാണ് ആന്ത്യോക്ക്. അന്ത്യോക്യയാണ് സകല സഭകളുടെ മാതാവ് എന്നുള്ള പേര് വരെ അന്ത്യോക്യയ്ക്ക് പറയുന്നുണ്ട്. ആ അന്ത്യോക്യയുടെ കീഴിലാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഇന്ത്യയും പേർഷ്യ, മിഡിൽ ഈസ്റ്റും സിറിയ എല്ലാം വരുന്നത് ഈ അന്ത്യോക്യൻ ട്രഡീഷൻ്റെ കീഴിലാണ്. മൂന്നാമത് അലക്സാൻഡ്രിയ, കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ച് എന്ന് കേട്ടിട്ടില്ലേ? കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ച്, അതാണ് അലക്സാൻഡ്രിയ, ഈജിപ്റ്റ്. നാലാമതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ, ഇസ്താംബുൾ പട്ടണം എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ അതിൻ്റെ പേരെന്ന് വെച്ചാൽ ഇസ്താംബുൾ പട്ടണം പറയുന്നത് ടർക്കി. താങ്ക് യു. ടർക്കി എന്ന് പറയുന്ന ദേശം കേട്ടിട്ടുണ്ടോ? അവിടെ ക്രിസ്ത്യാനികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് മുസ്ലിംസ് അവരെ അടിച്ചമർത്തി ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ഈ 4 വിഭാഗങ്ങളായി തരംതിരിച്ചപ്പോൾ അന്ത്യോക്യയ്ക്ക് കൊടുത്താണ് അന്ത്യോക്യ ആൻഡ് ഓൾ ദ ഈസ്റ്റ് ഇൻക്ലൂഡ്സ് ഇൻ ഇന്ത്യ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? നമ്മുടെ പാരമ്പര്യം നിലനിൽക്കുന്നത് അന്ത്യോക്യൻ ട്രഡീഷനിലാണ്. നമ്മുടെ ലിറ്ററേച്ചർ നിലനിൽക്കുന്നത് അന്ത്യോക്യൻ ട്രഡീഷനാണ്. അച്ഛനും ഞാനും ഒക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അന്ത്യോക്യൻ ട്രഡീഷനാണ്. അതുകൊണ്ട് നമുക്ക് അന്ത്യോക്യ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല. അതുകൊണ്ട് ഈ 3 വിഭാഗത്തിലുള്ള ചർച്ചസും ഒരുമിച്ച് അന്ത്യോക്യയുടെ കീഴിൽ നിന്നതുകൊണ്ടാണ് ഈ മൈഗ്രേഷൻ എളുപ്പമായത്. അല്ലെങ്കിൽ പോയി പണി നോക്കണമെന്ന് പറഞ്ഞാൽ ക്നായത്തോമയോട് പറഞ്ഞു തന്നെ ഒറ്റ കുട കീഴിലായിരുന്നു. അടുത്തതിലേക്ക്. അപ്പം ഈ പെട്രിക് ഓഫ് അന്ത്യോക്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹത്തോട് ക്നായത്തോമൻ ചെന്ന് ഇവിടുത്തെ വിവരം പറഞ്ഞു. എവിടുത്തെയാ? ഇന്ത്യയിലെ മലങ്കരയിലെ വിവരം പറഞ്ഞു. അപ്പം ആ മലങ്കരയിലെ കഷ്ടപ്പാടും പ്രയാസവും അറിയിച്ചപ്പോൾ അന്നത്തെ പാത്രിക്കീസ് ഒസ്താത്യോസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ഡിസ്പ്യൂട്ടുണ്ട്. എനിവേ, ഒസ്താത്യോസ് എന്ന് പറയുന്ന പാത്രിക്കീസ് ബാബ ജോസഫ് ഓഫ് എഡേസ, അതാരാ? ബിഷപ്പാ കേട്ടോ. അപ്പം ഉറഹമാറി ഔസേപ്പെഴുന്നള്ളുന്നു, ഒത്തിരിച്ച കപ്പലിലെ പാട്ടില്ലേ? അപ്പോൾ ഉറഹമാറി ഔസേപ്പിനെയും ക്നായത്തോമയെയും 400 ക്രിസ്ത്യൻസിനെയും കൂടെ മലങ്കരയിലേക്ക് അയച്ചു. എന്തായിരുന്നു ഉദ്ദേശം? മലങ്കരയിലെ ക്രൈസ്തവരെ അവരെ ഉയർത്തുക എന്നുള്ളത്. അപ്പോൾ ആ കാലത്ത് പലസ്തീനും പേർഷ്യൻ ചർച്ചും എല്ലാം അന്ത്യോക്യൻ ജൂറിസ്ഡിക്ഷനിലെ കീഴിലായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രദേശത്തു നിന്നെല്ലാം ആളുകളെ കളക്ട് ചെയ്യാൻ പറ്റി. അടുത്തിലേക്ക് വിടാം. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് മൈഗ്രേഷൻ. ഡേറ്റ് ഓഫ് മൈഗ്രേഷൻ എല്ലാവർക്കും അറിയാം. ഏതാ? നിങ്ങളൊന്ന് പറഞ്ഞേ.
എടി 345 തെറ്റിപ്പോലെ കേട്ടോ. സൺഡേ സ്കൂൾ പരീക്ഷയ്ക്കൊക്കെ ഇടയ്ക്ക് വരുന്നതാ. 345 നമ്മുടെ എല്ലാം കാറിൻ്റെയും സ്കൂട്ടറിൻ്റെയും ബൈക്കിൻ്റെ ഒക്കെ പുറകെ ഒട്ടിച്ച് വെക്കത്തില്ലേ? പ്രൗഡ് ടു ബി കനാൻ എഴുതിയിട്ട് ഒരു കപ്പലിൻ്റെ പടവും AD 345 അത് വിട്ടുപോലെ കേട്ടോ. അതവിടെ ഇത് ഭയങ്കര ഒരു ഐഡൻറ്റിറ്റിയാണ്. ഒരു സംഭവം പറയാം. പണ്ട് ഞാനേ കോട്ടയത്ത് എൻ്റെ മോളെ, അവളെ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് അവളെ വിടാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ വഴിക്ക് ഒരു പെട്രോൾ പമ്പിൽ കയറി ഡീസൽ അടിച്ചുകൊണ്ട് പുറത്തിറങ്ങി വന്നപ്പോൾ തന്നെ ഒരു പെങ്കൊച്ചിൻ്റെ സ്കൂട്ടറെ തട്ടി. സ്കൂട്ടർ ഇങ്ങനെ പാളിപ്പാളി പോയിട്ട് അത് മാറ്റി നിർത്തി അവിടെ. ഇപ്പം ഞാൻ പെട്ടെന്ന് സൈഡിലോട്ട് ഒതുക്കി. എൻ്റെ ജീവിതത്തിൽ ആ കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല, ആ കൊച്ചെന്നെയും കണ്ടിട്ടില്ല. എന്നോട് അച്ഛൻ ജ്ഞാനായല്ലേ, കാരണം ഈ സിമ്പലാണ്. ഞാൻ രക്ഷപ്പെട്ടു പോയി, അല്ലെങ്കിൽ അന്ന് കുറച്ച് കാശും പോലീസ് കേസൊക്കെ ഉണ്ടായേനെ. അതിന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. എൻ്റെ കാറിൻ്റെ സൈഡിൽ പോറലുണ്ടായിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ചില ഷോക്കായിപ്പോയി. ഞാൻ മൂലം ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായല്ലോ. പിന്നെ ഞാൻ രാത്രി എൻ്റെ വീട്ടിൽ പോയി ഒക്കെ ചോക്കെയായത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഒരു സ്റ്റിക്കറിൻ്റെ ഗുണമേ വലിയ അപകടം നമ്മളെ രക്ഷിക്കും. ജ്ഞാനായാണെങ്കിൽ അങ്ങനെ ചില ഇങ്ങനെയൊക്കെ ഒട്ടിക്കുമ്പോൾ ഒരു ഗുണം കിട്ടും. പക്ഷെ ഓർത്ത് വെച്ചാണ് 345 ഡേറ്റ്. അടുത്ത നമ്മൾ നോക്കുന്നത് എന്തിനാ ഇങ്ങോട്ട് വന്നേ, എന്തിനാ വന്നേ ഈ പെൺപിള്ളേർ ചോദിക്കുക അല്ലേ? ആൺപിള്ളേരെ കൂടി മക്കളെ എന്ന് പറഞ്ഞേ, നമ്മൾ എന്താ കോൺട്രസ്റ്റ് ഓഫ് മൈഗ്രേഷൻ പറഞ്ഞാൽ സന്ദർഭം എന്ന് പറയും. അതിൻ്റെ റീസൺ ഓഫ് മൈഗ്രേഷൻ, വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് മൈഗ്രേഷൻ, ആർക്ക് പറയാം? ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഇടപഴി അങ്ങ് പോയായിരുന്നു ഇൻട്രൊഡക്ഷനിൽ. ഞാൻ പറയാമോ? നിങ്ങൾ പറയല്ലേ, ബോയ്സ് അല്ല ഗേൾസിനോട് ചോദിക്കുന്നത്. പറയാമോ? മോൾ എന്തോ പറയുന്നുണ്ട്? പറഞ്ഞോ, തെറ്റിക്കോട്ടെ. ആദ്യം പേര് പറ. ക്രിസ്ത്യാനികളെ ഇവിടെ നിലനിർത്താനായിട്ട്. ക്രിസ്ത്യാനി ഇവിടെ മലങ്കരയിലെ ക്രിസ്ത്യാനികളെ ഇവിടെ നിലനിർത്താൻ. ഗുഡ്. അവൾ ഒബ്സർവ് ചെയ്താണ്, അല്ലാതെ പഠിച്ചൊന്നുമില്ല. എന്തോ ഓക്കെ. ചങ്ങത്തരിക്കല്ലേ, ഞാൻ പേഴ്സ് എടുത്തിട്ടില്ലേ. ആൽമിയ, കൺഗ്രാജുലേഷൻ. ക്ലാസ്സിൻ്റെ ഗുണമുണ്ടായല്ലേ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് ടു ഗിവ് എക്ലീസിയാസ്റ്റിക്കൽ ലീഡർഷിപ്പ്, സഭാ നേതൃത്വം നൽകുവാൻ കേട്ടോ. ഇവിടെ ഉണ്ടായ ഇന്നുള്ള മർത്തോമ ക്രിസ്ത്യാനികളും പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കർക്കൊക്കെ മുമ്പ് ജ്ഞാനായക്കാർ ഇവിടെ വന്നാണ് സെയിൻറ്റ് തോമസ് ക്രിസ്ത്യൻസിന് സഭാ നേതൃത്വം നൽകിയത്. ആ ജ്ഞാനായക്കാരോട് വന്നതിന് ശേഷം ഇവർക്ക് ഒരൊറ്റ പിതാവേ ഉള്ളായിരുന്നു. അത് സുറിയാനി സഭാ പിതാവായിരുന്നു, അന്ത്യോക്യൻ പാത്രിക്കീസ് ആയിരുന്നു. പിന്നീടാണ് ഇവർ പല വിഭാഗങ്ങളിലേക്ക് പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാ സഭക്കാരും നമ്മളോട് കടപ്പെട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ടു സെറ്റിൽ ഇൻ ആൻ അഗ്രികൾച്ചറലി ഡെവലപ്ഡ് കൺട്രി ആൻഡ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ദ ട്രേഡ്. എന്നോട് ഒത്തിരി പേര് പറഞ്ഞ ഒരു മറുപടിയാണ് കച്ചവടത്തിന് വന്നാണെന്ന്. കച്ചവടത്തിന് വന്നെന്ന് പറയുമ്പോൾ അത് ഞാൻ നിഷേധിക്കത്തില്ല, കാരണം അതിൻ്റെ ഒരു സബ്സിഡിയറി റീസണാണ്. കാരണം അന്നത്തെ പ്രധാനപ്പെട്ട കച്ചവട സാമഗ്രികൾ എന്തായിരുന്നു? ബോയ്സ് ഒന്ന് പറയാം. പ്രധാനപ്പെട്ട കച്ചവട സാമഗ്രികൾ നിങ്ങളെ പഠിച്ചിട്ടുള്ളതല്ലേ? വാസ്കോഡ ഗാമ വന്നപ്പോഴുമല്ല നീ പറഞ്ഞു ഇത് ക്വിസ് കോമ്പറ്റീഷൻ ഒന്നുമില്ല, നീ അങ്ങ് പറഞ്ഞു സ്പൈസസ്. ഓക്കെ, ഗുഡ്. സ്പൈസസ് ആയിരുന്നു. സ്പൈസസ് ഏതൊക്കെയായിരുന്നു? സ്പൈസസ് ഗരം മസാലയാണോ അതോ എന്തായിരുന്നു? സ്പൈസസ്, പെപ്പർ, കാഡമം, ജിഞ്ചർ, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് സ്പൈസസ് എന്ന് പറഞ്ഞത് കേട്ടോ. നിങ്ങൾ സ്കൂളിൽ പഠിച്ചതാണ്, ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ഓർത്താൽ മതി. അപ്പോൾ ഇതൊക്കെ വിളയുന്ന ഒരു നാട്. മരതകമുത്തു വിളയുന്ന നാട്ടിൽ. എന്താ മരതകമുത്ത് എന്നറിയാവോ? കറുത്ത മുത്ത കേട്ടോ, കുരുമുളക്. ആ വിളയുന്ന നാട്ടിൽ ചെന്നാൽ അപ്പോൾ അവിടെ നിന്നും ഇതെല്ലാം വിളയിച്ച് ഭയങ്കര ഒരു ട്രേഡ് നടത്താൻ പറ്റും, എക്സ്പോർട്ട് നടത്താൻ പറ്റുന്ന പ്രതീക്ഷയോട് കൂടിയാണ് കുറച്ച് ആൾക്കാർ ഇതിൻ്റെ അകത്ത് കൂടിയത്. മെയിൻ പർപ്പസ് അവിടെ കിടപ്പുണ്ടേ, സബ്സിഡറി റീസൺ. രണ്ടാമത് ടു പ്രൊപ്പഗേറ്റ് ക്രിസ്ത്യൻ മെസ്സേജസ്. ചില ആളുകൾ ഇപ്പോൾ ആത്മീയത്തിൽ മുതിർന്നവരായിരുന്നു. അവർ വിചാരിച്ചു ഈ ക്രിസ്തു വിശ്വാസം ആ ജനത്തെ ഒന്ന് പഠിപ്പിക്കാം എന്ന് വിചാരിച്ച ആഗ്രഹത്തോടുകൂടി അവരവിടെ കടന്നു വന്നു. നാലാമത് ഇതിൻ്റെ ആഫ്റ്റർ റിസൾട്ടാണ് ടു ബ്രോഡ് ആന്ത്യോക്യൻ ട്രഡീഷൻ. അപ്പോൾ ആന്ത്യോക്യ പാത്രിക്കീസ് ഇവിടെ അയച്ചതിലൂടെ ആന്ത്യോക്യൻ ട്രഡീഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ല അലക്സാൻഡ്രിയൻ ട്രഡീഷനിലല്ല കേട്ടോ, അല്ലെ എന്താ പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ ട്രഡീഷനും അല്ല. ഓക്കെ, നെക്സ്റ്റ്. ജ്ഞായിത്വമയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല, അത് വലിയ സംഭവമായിരുന്നു കേട്ടോ. അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ മെർച്ചൻ്റ് ആയിരുന്നു അല്ലേ? അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അന്തർദേശീയ കച്ചവടക്കാരൻ. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് കച്ചവടം നടത്തി 10 കാശുണ്ടാക്കാവുന്ന കാലമാണ്, അദ്ദേഹത്തിൻ്റെ നല്ല പ്രായമാണ്. അപ്പോൾ അദ്ദേഹം ഈ ജ്ഞായിത്വമായി കുറിച്ച് പറയുന്ന ഒരു ഭയങ്കര ഒരു ആട്രിബ്യൂട്ടാണ് എ മിഷണറി മൈൻഡഡ് ക്രിസ്ത്യൻ മെർച്ചൻറ്റ്. ക്രിസ്തു ഉള്ളിലുള്ള ഒരു കച്ചവടക്കാരൻ. മക്കൾ, ഇത് ഞാൻ നിങ്ങളുടെ എവിടെ ക്ലാസ് എടുത്താലും പറയും. നിങ്ങൾ ലോകത്തെവിടെ പോയാലും, നിങ്ങളേത് ജോലി ചെയ്താലും ക്രൈസ്റ്റ് ടു ബി ഇൻ യുവർ ഹാർട്ട്. നിങ്ങളൊരു ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായിരിക്കണം. നേഴ്സായാലും ഡോക്ടറായാലും എഞ്ചിനീയർ അധ്യാപകനായാലും യു ഹാവ് ടു വിറ്റ്നസ് ക്രൈസ്റ്റ്. അതായിരുന്നു ജ്ഞായിത്വൻ എന്ന കച്ചവടക്കാരൻ.
കിനായത്തമ്മനെ വിശുദ്ധനാക്കിയതിനെക്കുറിച്ച് ചിലർക്ക് എതിരെ അഭിപ്രായമുണ്ട്. അവിടെ ഞാൻ ചോദിക്കാറുണ്ട്, ഇദ്ദേഹത്തെ പോലെ ഒരു മിഷണറി മൈൻഡഡ് ആണ് നീ എങ്കിൽ നിന്നെയും വിശുദ്ധനാക്കും, ദൈവം ഒരു അവസരം തരും. പ്രിയപ്പെട്ടവരെ, ഈ കിനായത്തമ്മൻ തൻ്റെ എല്ലാ വളരാനുള്ള അവസരങ്ങളെയും വേണ്ടെന്ന് വെച്ച് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് നേതൃത്വം നൽകുവാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റിയെ പറിച്ചു നട്ടതാണ് കിനാനേക്കർ, അല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിനുള്ളിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. അതേ ക്രിസ്തുവിനെ അതിൽ മറ്റുള്ളവർക്കൂടെ പങ്കുവെച്ചെങ്കിൽ നിങ്ങൾ ലോകത്തെവിടെ പോയാലും, നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസായി പോയാലും ഇനി ഇമിഗ്രൻ്റായിട്ട് പോയാലും ഓർത്തോണം, നമ്മുടെ പള്ളി തേടി പിടിച്ച് ആ പള്ളി പോകണം, കുർബാനയെ സമ്മതിക്കണം. ഞാൻ ഓസ്ട്രേലിയയിൽ ഇരുന്ന സമയത്ത് ആദ്യത്തെ വികാരിയാണ് അവിടുത്തെ. സിഡ്നിയിലേക്കാണ് ഞാൻ പോയത്. പെർത്ത്, മെൽബൺ, ഗോൾഡ് കോസ്റ്റ്, ന്യൂസിലൻഡിലെ ഓക്ലാൻഡ്, ഈ 4 ദേശങ്ങളിലുള്ളതായ നമ്മുടെ ആളുകൾ വളരെ ചുരുക്കമാണ്. ഓരോ പള്ളിയിലും. ഒരു പള്ളിയിൽ 8 വീട്ടുകാരേ ഉള്ളൂ. ഞാൻ കളിയാക്കും, 8 വീട്ടി പിള്ളമാരെന്ന് പറയും ന്യൂസിലൻഡിൽ, ഓക്ലാൻഡിൽ. ഇന്നിപ്പോൾ ഭയങ്കര കമ്മ്യൂണിറ്റിയായി. എനിക്ക് ഷിബിനച്ച് ഇവിടുത്തെ മുൻ വികാരി അച്ഛനാണ് അവിടെ ഇപ്പം വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. 50-60 വീട്ടുകാരോളം ഇപ്പോൾ അവിടെ ഉണ്ട്. ഒത്തിരി സ്റ്റുഡൻസ് അവിടെയൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പെർത്ത് ഞാൻ ചെല്ലുമ്പം 15 വീട്ടുകാരുള്ളൂ, ഇപ്പോൾ അവിടെ 28 വീട്ടുകാരായി. മെൽബണിൽ അന്ന് 25 വീട്ടുകാരായിരുന്നു, അവരിപ്പോൾ 40ഓളമായി. സിഡ്നിയിൽ 18 വീട്ടുകാരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അവിടെ 32 അച്ഛനെന്നൊക്കെ ഒന്നറിയാം 32 വീട്ടുകാരോളം സിഡ്നിയിലുണ്ടായി. കാരണം എന്താ അറിയോ? നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പള്ളി അന്വേഷിച്ച് വരുന്നുണ്ട്. ഞാൻ പലരുടെയും വീടുകളിൽ മണിക്കൂറുകൾ ട്രെയിനിൽ യാത്ര ചെയ്ത വീടുകളിൽ പോയിട്ടുണ്ട്, അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. ആദ്യമൊക്കെ പാടാ. അവർ വെച്ചാൽ വീടായില്ല, ജോലി സ്ഥിരമായില്ല, നീ പള്ളി വാ. പള്ളി വരുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് ദൈവം നമ്മുടെ ബാക്കി അനുഗ്രഹങ്ങളൊക്കെ തരും. ഞങ്ങൾ സെമിനാരിൽ പഠിച്ചപ്പോൾ നമ്മളൊരു തെങ്ങയിൽ അച്ഛനുണ്ട്, മണലിത്തര അച്ഛനുണ്ട്. അച്ഛൻ ഞങ്ങളെ ഉപദേശിച്ചതാണ്, എ ഹൗസ് ഗോയിങ് പ്രീസ്റ്റ് ക്യാൻ മേക്ക് ചർച്ച് ഗോയിങ് പീപ്പിൾ. ഭവന സന്ദർശനം നടത്തുന്ന ഒരച്ഛന് ജനത്തെ പള്ളി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഞാൻ പോയതിൻ്റെ ഫലമായി ഇന്നിപ്പോൾ ഈ എല്ലാ പള്ളി, അതുകൂടെ ഞാൻ പോകുന്നതിന് ശേഷം ബ്രിസ്ബെയിനിലും അഡലയിലും ഒക്കെ പള്ളിയായി. അതൊക്കെ നല്ല ഫ്ലറിഷ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, മക്കളെ, എവിടെ പോയാലും ഈ ക്നാനായ സ്പിരിറ്റ് ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ക്നായത്തമ്മൻ സ്പിരിറ്റ് ആയിരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടാകണം. നിങ്ങൾ പള്ളി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത പറയും, ഇദ്ദേഹത്തിന് ചേരമാൻ പെരുമാളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം പലപ്പോഴും കച്ചവടത്തിന് വന്നെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? അങ്ങനെയല്ലേ ക്രിസ്ത്യാനികളെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ക്നായത്തമ്മൻ ചേരമാൻ പെരുമാളുമായൊരു ബന്ധം ഉണ്ടായതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നറിയാമോ? നമുക്കൊരു താഴെ കൊടുത്തിട്ടുണ്ട്, അച്ചീവ് എ ടാക്സ് ഫ്രീ ലാൻഡ് ഫ്രം ദ പെരുമാൾ ഫോർട്ട്, ബിൽഡിംഗ് എ ചർച്ച് ആൻഡ് എ ടൗൺ കോൾഡ് മഹാദേവർ പട്ടണം, സിറ്റി ഓഫ് ഗ്രേറ്റ് ഗോഡ്. ദൈവത്തിൻ്റെ പട്ടണം എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ക്നാനാക്കാർക്ക് താമസിക്കാൻ വേണ്ടി 72 വീട് വെക്കാനും ഒരു പള്ളി വെക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ടാക്സ് ഫ്രീ ലാൻഡ്, ഒരു കരമൊഴിവായ ഭൂമി കൊടുത്തു. അതിന്നും ചരിത്രത്തിൽ പറയുന്നു, മുന്നമലങ്ങര പാട്ടിൽ അത് പറയുന്നു. കൂടാതെ 72 പദവികൾ പതിച്ചതായ ഒരു ചെപ്പേടും അവർക്ക് നൽകി. എന്തുകൊണ്ടാണെന്നറിയാമോ? ക്നായിത്തമ്മന് ഈ ചേരമാൻ പെരുമാളുള്ളതായ സ്നേഹബന്ധത്തിൻ്റെ പേര്. നിങ്ങൾക്ക് കിട്ടുന്നതായ നിങ്ങളുടെ അറിവുകൾ, നിങ്ങളുടെ സ്വാധീനങ്ങൾ നിങ്ങളുടെ സമുദായത്തിനും സമൂഹത്തിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കണം. അടുത്തിലേക്ക് പോകാം. അബ്രഹാം മാർ യൗസേപ്പ് എന്ന് ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സും പറഞ്ഞൊരു കാര്യമാണ്, ഒരു മോഡൽ ബിഷപ്പാണ് കേട്ടോ. ബിബിനച്ച എന്തെങ്കിലും ബിഷപ്പ് ആവുകയാണെന്നൊരിൽ ഒരു അബ്രഹാം മാർ യൗസേപ്പ് ആകാൻ അങ്ങയുടെ ഉള്ളിലൊരു വിളി ഉണ്ടാകണം. അങ്ങയുടെ ഞാനോട് പറയാൻ കാര്യം, ഇന്ന് മോഡലാക്കാൻ പറ്റിയൊരു ബിഷപ്പാണ്. അദ്ദേഹത്തിൻ്റെ 4-ാം നൂറ്റാണ്ടിലെ അവിടെ ബന്ധങ്ങളെല്ലാം വിട്ടിട്ട് ഈ മലങ്കരയിൽ വന്ന് അദ്ദേഹം ഒരു മെത്രാനായി ശുശ്രൂഷ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് റിയൽ സാക്രിഫൈസ്. ത്യാഗമല്ലാതെ മറ്റെന്താണ് ഉള്ളിലുള്ളത്? യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ സ്നേഹത്തിൻ്റെ പേരാണ് അഗാപ്പെ, ഗ്രീക്ക് പറയുന്ന പേരാണ് സെൽഫ് എംപ്റ്റിങ് ലവ്. ആ സ്നേഹമായിരുന്നു ഈ അബ്രഹാം മാർ യൗസേപ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. മലങ്കരയിലുള്ളതായ ക്രിസ്ത്യാനികളെ സ്നേഹിക്കുവാനും അവരെ സഹായിക്കുവാനും അദ്ദേഹം തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടെ പറയാം, നമ്മുടെ ബിഷപ്പ് അബ്രഹാം മാർ യൗസേപ്പ് നമ്മുടെ പൂർവ്വപിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ടാണ് ഇവിടെ ഉണ്ട് സെയിൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് നേറ്റീവ് ക്രിസ്ത്യൻസിന് ഒരു ആത്മീകമായ സഭാപരമായ വളർച്ച ലഭ്യമാകുന്നത്. പിന്നെ ക്നായിത്തമ്മൻ ചെപ്പേടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. വളരെ 72 പദവികൾ. ഇന്ന് അതിനൊന്നും സിഗ്നിഫിക്കൻസ് ഇല്ല കേട്ടോ, യാതൊരു റെലവൻസും ഇല്ല. അന്ന് പറഞ്ഞ് ഒരു പദവിക്കും, പക്ഷേ അക്കാലഘട്ടത്തിലുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? കാസ്റ്റ് സിസ്റ്റം ഓർമ്മയുണ്ടോ? ചാതുർവർണ്ണയ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലയളവിലാണ് ക്നായിത്തമ്മൻ കൂട്ടരവിടെ വരുന്നത്.
ഈ ജാതി വ്യവസ്ഥയിൽ 4 വർണ്ണങ്ങളുണ്ട്, ചാതുർവർണ്ണ്യം. ഏതൊക്കെയായിരുന്നു? അച്ഛൻ പറയണ്ട അച്ഛാ, ഇവരോട് എംബസിഷൻ എഴുതിക്കാൻ പോവാ. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്, 6ാം ക്ലാസ് മുതൽ മേലോട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബ്രാഹ്മിൻസ്, വൈശ്യാസ്, ക്ഷത്രിയാസ് എന്നുണ്ട് കേട്ടോ. ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്, 4 വിഭാഗങ്ങളുള്ള ആളുകളുള്ളതായിരുന്നു. അപ്പോൾ അവിടെ ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ നിലനിന്നിരുന്ന കാലയളവാണ്. അപ്പോൾ ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ നിലനിന്നിരുന്ന ആ കാലയളവിൽ ഈ 72 പദവികൾക്ക് അതിൻ്റെതായ റെലവൻസ് ഉണ്ടായിരുന്നു, പ്രാധാന്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പദവികളൊക്കെ നേടിക്കൊടുത്തത്. അവിടെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, പിന്നെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ജാതികളെക്കാളും ക്ഷത്രിയാസിന് മുകളിലായിരുന്നു, അല്ല ക്ഷത്രിയാസിൻ്റെ ഒപ്പമായിരുന്നു ജ്ഞാനക്കാർക്ക് അന്ന് അംഗീകാരം രാജാവ് മുഖാന്തരം ലഭിച്ചത്. അതാണ് ഈ പദവികളുടെ അർത്ഥം കേട്ടോ. ചേരമാൻ പെരുമാളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് മുന്നോട്ട് പോട്ടെ. ഇനി നമുക്ക് ഇനി ഐഡൻറ്റിറ്റി ഓഫ് ദ ക്നാനായ കമ്മ്യൂണിറ്റിയാണ്. ക്നാനക്കാരുടെ ഐഡൻറ്റിറ്റി പറയുന്ന 2 വിഭാഗമാണ്. ഒന്ന് വെഡ്ഡിങ് റിച്വൽസ്, മറ്റൊന്ന് എൻഡോഗമസ് ട്രഡീഷൻ. എൻഡോഗമസ് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അറിയാമല്ലോ എന്താ? സ്വവംശ വിവാഹ നിഷ്ഠ. അത് നമ്മുടെ കൂട്ടത്തിൽ മാത്രം വിവാഹം കഴിയും. ആദ്യം നമുക്ക് വെഡ്ഡിങ് റിച്വൽസ് നോക്കാം. ക്നാനക്കാരുടെ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെഡ്ഡിങ് റിച്വൽസാണ്. ഞാൻ 93 ഞാൻ അച്ഛനാകുന്നു മുമ്പ് കല്യാണം കഴിക്കുന്നത്. ബാംഗ്ലൂർ എൻ്റെ അടുത്ത് പഠിച്ച CSAക്കാരും മർത്തോമ്മക്കാരും 18 ഫ്രണ്ട്സ് എൻ്റെ കല്യാണത്തിന് സമ്മതിക്കാൻ വന്നു. അവർ വന്ന് പറഞ്ഞ് ഈ ചന്തൻചാർത്ത് മുതൽ നമ്മുടെ കല്യാണത്തെ മണക്കോലത്തെ പദവി കണ്ടിച്ച് അവർ പറയടാ, കെട്ടുവാണ് ക്നാനക്കാരോട് കേട്ടത്, 1.5 കല്യാണമാണ്. ഭയങ്കര അഭിമാനത്തോടെയാണ് ഞാനത് കേട്ടുന്നത്. നമ്മുടെ വെഡ്ഡിങ് റിച്വൽസ് അത് നമുക്ക് നമ്മുടെ അന്തസ്സ് കാണിക്കുന്നതാണ്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം വെഡ്ഡിങ് റിച്വൽസ് ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യത്തെ ഏതെങ്കിലുമൊക്കെ വെഡ്ഡിങ് റിച്വൽസ് പറഞ്ഞേ, പെമ്പിള്ളേർ പറയട്ടെ, അവർക്ക് ഇഷ്ടമുള്ളത് പറയാം. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ വെഡ്ഡിങ് റിച്വൽ? വിവാഹത്തിന് മുമ്പുള്ളതായ അല്ലെങ്കിൽ അനുബന്ധിച്ച ചടങ്ങുകൾ ഏറ്റവും ഇഷ്ടമുള്ള ഏതാ? നീ എന്തിനാ മൊത്തം നിന്നോട് ഞാൻ ചോദിച്ചാൽ നീ പറയും. നീ എന്താ ചന്തഞ്ഞാത്തുനിന്ന് കയറിയ? നീ മൈലാഞ്ചേരിയിൽ അന്വേഷിച്ചാൽ പോരെ? മൈലാഞ്ചേരിയിലാണ് അല്ലേ പെൺപിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ആൺപിള്ളേർക്കോ ചന്തൻചാർത്ത് അല്ലേ. പിന്നെ നടവിളിയുണ്ട്. മക്കളെ അടുത്ത് കിട്ടടാ. അപ്പം ഞാൻ ഇവരെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നോക്കിയേ, ഒത്തുകല്യാണമാണ് ആദ്യത്തെ കേട്ടോ. ക്നാനക്കാരുടെ ഒത്തുകല്യാണത്തിന് ഇംഗ്ലീഷ് പറയുന്ന പേരെന്നാ? വെള്ളമുണ്ടോ മോളെ? ഉള്ളത് തന്നാൽ മതി, തോടപ്പനി എത്തും. ക്നാനക്കാരുടെ ഒത്തുകല്യാണത്തിന് ഇംഗ്ലീഷ് പറയുന്ന പേര് ബിട്രോത്തല കേട്ടോ. ഞാൻ പറയാൻ കാര്യം, ഇവിടെ എല്ലാം എൻഗേജ്മെൻറ്റ് പറയും. ക്നാനക്കാരുടെ എൻഗേജ്മെൻ്റ് അല്ല, ബിട്രോത്തലാണ്. അതിന് കാരണമുണ്ട്, യഹൂദൻ്റെ പാരമ്പര്യമാണ്. യഹൂദൻ്റെ ഇടയിൽ ടെനയും എന്ന് പറഞ്ഞ ചടങ്ങുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയാമോ? വിവാഹം പറഞ്ഞല്ല സെറ്റായി കഴിയുമ്പോൾ വിവാഹം പറഞ്ഞ് ഉറപ്പിക്കുന്നതിൻ്റെ പേരാണ്. അപ്പോൾ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും അപ്പന്മാർ ഒരുമിച്ച് ചെന്ന് കയ്യസ്സരി കൊടുത്ത് വിവാഹം പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു രീതിയാണ് ചെറുക്കൻ്റെ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു ലാർജ് എക്സ്റ്റൻഷനാണ് ക്നാനക്കാരുടെ ഈ ഒത്തുകല്യാണം അല്ലെങ്കിൽ ബിട്രോത്തൽ. ഇതെന്താ സംഭവിക്കുന്നത്? ഒത്തുകല്യാണത്തെ സംബന്ധിച്ചിട്ടുണ്ടോ? ബോയ്സ് ഗേൾസ് ആരെങ്കിലും ചുമ്മാതെ പറഞ്ഞേ. മോളെ സമയമാകുമ്പോൾ ഞാൻ പറയാം. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കേ. ബിട്രോത്തലിൻ്റെ സമയമാകുമ്പോൾ ഞാൻ പറയാം. എന്നാൽ എവിടെയെങ്കിലും സംബന്ധിച്ചിട്ടുണ്ടോ ഒത്തുകല്യാണത്തിന്? അച്ചോ, ഇനി ഒത്തുകല്യാണം ഇവിടെ നിന്ന് ആർക്കും പേരെല്ലാം വിളിക്കണേ. അച്ഛനെ പറ്റി നീൽമേൽ പള്ളിക്കാരുടെ കാര്യം പറഞ്ഞേ. ബിട്രോത്തൽ എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും മുമ്പിൽ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ അപ്പന്മാർ നിൽക്കും, മറവലിക്കും. അവിടെ പട്ടക്കാർ അംശവസ്ത്രം ധരിച്ചുകൊണ്ട് രണ്ട് വലത് തമ്മിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കൈകൾ ആശീർവദിക്കും. അന്ന് ദൈവമായ കർത്താവ് ഇവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും അപ്പന്മാരെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ 2 അപ്പന്മാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന 2 കുടുംബങ്ങളെയാണ് കേട്ടോ. ഈ 2 കുടുംബങ്ങളെ ആശീർവദിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ വിവാഹം യഹോവയുടെ നാമത്തിൽ പറഞ്ഞുറപ്പിക്കുകയാണ് യഹൂദൻ്റെ എങ്കിൽ. കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധ മദ്ബാ മുമ്പാകുന്നതുകൊണ്ട് കർത്താവിൻ്റെ പ്രതിപുരുഷനാകുന്ന പട്ടക്കാരൻ ഇത് ആശീർവദിക്കുന്നതിൻ്റെ പേര് അന്ന് യഹൂദൻ കൊടുത്ത ബിട്രോത്തൽ എന്ന പേരാണ്. ഇന്നും ബിട്രോത്തൽ എന്ന പേരാണ് ഉപയോഗിക്കേണ്ടത്. ചിലർക്ക് തെറ്റി കാർഡടിക്കുമ്പോൾ എൻഗേജ്മെൻറ്റ് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വെക്കല്ലേ ബിട്രോത്തൽ. ലാസംബി ഒന്ന് ഓർമ്മ വെച്ചോണം. അങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ബിട്രോത്തല വെക്കേണ്ടതെന്ന് പറഞ്ഞേക്കണം. ചുമ്മാ ഇരിക്കട്ടല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തത് ആ ഒത്തുകല്യാണം ഈ നമ്മുടെ ക്നാനക്കാരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. രണ്ടാമത് നിങ്ങൾ പറഞ്ഞ ചന്തം ചേർത്ത് ചെറുക്കനെ സുന്ദരനാക്കി എടുക്കുക. ചന്തം എന്നുള്ള മലയാളം അർത്ഥം അറിയാമോ? ഭംഗി വരുത്തുക എന്നുള്ളത് കേട്ടോ. ചെറുക്കനെ സുന്ദരനാക്കുക എന്നുള്ളതാണ്. ചെറുക്കന്മാരെല്ലാം സുന്ദരന്മാരാണ് ഓൾറെഡി, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് ഷെയ്വ് എന്നാണ് പറയുന്നത്, ആദ്യത്തെ ഷവരം ചെയ്യൽ.
അപ്പം നിങ്ങൾ 10-28 വയസ്സായവൻ താടി നീട്ടി ഇങ്ങനെ നിൽക്കുവാണ്, ഒരു ക്ഷൗരം ചെയ്യാതെ അല്ല. അന്ന് നടക്കുന്ന കല്യാണം ഏത് പ്രായത്തിലാണെന്ന് അറിയാമോ? ഒരു 14 വയസ്സുള്ള ആണ്. പെൺപിള്ളേർക്കൊക്കെ 10ഉം 11ഉം. ഞാൻ കേട്ടോണ്ട് വല്യമ്മച്ചി പറഞ്ഞെന്നാണ് പറയുന്നത്, 9ാമത്തെ വയസ്സിൽ അമ്മച്ചിയെ കെട്ടിച്ചെന്ന്. ഇവിടെ ഇരിക്കുന്ന 9ാം ക്ലാസ്സുകാരൻ പറയും, എന്തൊരു ഭാഗ്യം അവർക്കൊക്കെ, ഞങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റത്തരിയായിട്ട് നിൽക്കുക, ഇവർക്ക് ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നുള്ളത്. എടാ, അതൊരു കാലമായിരുന്നു. അപ്പോൾ 15-16 വയസ്സുള്ളവന് ഈ ഊശാന്താടിയൊക്കെ കിളുത്ത് വരുന്ന സമയമാണ്. അപ്പോൾ അവനെ സുന്ദരനാക്കുന്ന, അന്ന് ഈ ബ്യൂട്ടി പാർലറൊന്നും ഇല്ലായിരുന്നു അല്ലേ. അപ്പോൾ അവൻ ഏറ്റവും സുന്ദരനാക്കി ഏറ്റവും നല്ല മാർഗ്ഗം എന്നാ, അവന് ഷേവ് ചെയ്യുക എന്നുള്ളത്. തലമുടി വെട്ടി ഷേവ് ചെയ്ത് അവനെ സുന്ദരനാക്കി എടുക്കുന്നതാണ് ചന്തം. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വെട്ടാൻ വരുന്ന ആളിൻ്റെ പേരെന്നാ? പോത്ത് അല്ലേ. വെട്ടാൻ വരുന്ന പോത്തല്ല വിനാര. എടാ, തലമുടി വെട്ടാൻ വരുന്ന ആളിൻ്റെ പേര് പറയാൻ ഇവിടെ ധൈര്യമായിട്ട് പറയാം, പുറത്താരും ഇല്ലല്ലോ. ശുരകൻ കേട്ടോ. ഈ ശുരകൻ എന്ന് പറയുന്ന ആൾ ഒരു ചോദ്യം ചോദിക്കും. ശ്രദ്ധിക്കണേ. 17 പരീക്ഷയ്ക്ക് മേൽ അധികാരമുള്ള അച്ഛന്മാർ ചോദിക്കട്ടെ, മണവാള ചെറുക്കനെ ചന്തം ചാത്താൻ കയറിയിരിക്കട്ടെ. അച്ഛന്മാരെന്ന് പറഞ്ഞാൽ ബിബിനച്ചനെ എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് കേട്ടോ. അന്ന് ക്രിസ്ത്യാനികളെ വിളിക്കുന്ന പേര് അച്ഛന്മാർ, അച്ചായന്മാരെന്ന് ബഹുമാനത്തോടെ വിളിക്കുകയാണ്. ചന്തം ചാർത്താൻ കയറി 17 പരീക്ഷയ്ക്ക് മേലെതിരെ, അതായത് 17 ജാതി കുലത്തൊഴിലുകാരുണ്ടായിരുന്നു. ആശാരി, മൂശാരി, തട്ടാൻ, കൊല്ലൻ, പതിയാൻ, ശുരകൻ, മണ്ണാൻ, ഇങ്ങനെ പറയുന്ന പല പേരുകൾ, ജാതിപ്പേരുണ്ടായിരുന്നു. ആ ജാതിപ്പേര് വെച്ചുകൊണ്ട് അങ്ങനെയുള്ളവരുടെ മേലെ കർത്തൃത്വം കൊടുത്തിരുന്നു ഗ്നായിത്തൊമ്പന് ഈ നമ്മുടെ ചേരമാൻ പെരുമാൾ. ഈ അധികാരമുള്ളത് തലമുറയായിട്ട് ഇന്നും അതിനെ സ്മരിച്ചുകൊണ്ട് പറയാണ്, അധികാരമുള്ള അച്ഛന്മാർ ചോദിക്കട്ടെ, മണവാള ചെക്കനെ ചന്തം ചാർത്താൻ കയറിയിരിക്കട്ടെ. അങ്ങനെയാണ് അവനെ സുന്ദരനാക്കി എടുക്കുന്നത്. ഇനി പെൺകുട്ടിയുടെ വീട്ടിൽ നടക്കുന്നതിൻ്റെ പേരാണ് എന്ത്? പെമ്പിള്ളാരെന്ന് പറഞ്ഞ എന്താ? ഓ, എന്തൊരു ഉത്സാഹം നോക്കിയാൽ മൈലാഞ്ചേരി എന്ന് കേട്ടോ. സമയമായിട്ട് മോളെ പറഞ്ഞുതരാം. അപ്പം ഈ മൈലാഞ്ചേരിയിലിന് എന്താ, അത് ഇത്രേ ഉള്ളൂ കേട്ടോ. അന്ന് ഈ പറയുന്ന പോലെ ഇന്ന് ഒന്ന് പൊളോണിക്കായോ ടിയാരോ ഒന്നും ഇല്ലാത്ത കാലഘട്ടം, എനിക്കത്ര അറിയത്തുള്ളൂ കേട്ടോ. അപ്പം സുന്ദരിയാക്കി എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അവളെ മൈലാഞ്ചി അണിയിക്കുക. ഈ മൈലാഞ്ചി അണിയിക്കുമ്പോൾ പെണ്ണിനെ സുന്ദരിയാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ രീതി എന്താണെന്നറിയാമോ? മൈലാഞ്ചി കയ്യിലും കാലിലും ഒക്കെ അണിയിക്കുന്നു. ഇതിനൊരു ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ ഉണ്ട്, വേദപുസ്തക അർത്ഥമുണ്ട്. അത് പാട്ടുകാർ പാടുന്നുണ്ട്. കയ്യാലെ കായും പറിച്ചതു കാരണം കൈപ്പൂടം തന്നിൽ പൊതിയുന്നു മൈലാഞ്ചി, കാലാൽ നടന്നു കനി തിന്ന കാരണം കൾനാഗം തന്നിൽ പൊതിയുന്നു മൈലാഞ്ചി. ആരുടെ കാര്യമാണ് പറയുന്നത്? ഹവ്വയുടെ കാര്യം വന്നത് കേട്ടോ. ഹവ്വ വിലക്കപ്പെട്ട കനി പറിച്ചില്ലേ, ആ കനി പോയി പറിച്ച് കഴിച്ചതുകൊണ്ട് പറയാണ്, കാലാൽ നടന്നു കനി തിന്ന കാരണം കൈകൊണ്ട് കൈപ്പുടം തന്നെ പൊതിയുന്നു. കൈകൊണ്ടുണ്ടായ കളങ്കവും കാലുണ്ടായ കളങ്കവും മാറ്റുന്നതിനാണ് ഈ മൈലാഞ്ചി അണിയിക്കുന്നത്. പക്ഷേ അവളെ സുന്ദരിയാക്കി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ലക്ഷ്യം. അപ്പോൾ മൈലാഞ്ചി അണിയിച്ച് ഇവളെ സുന്ദരിയാക്കി കഴിഞ്ഞ് ചെറുക്കൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ നടത്തുന്ന മറ്റൊരു ചടങ്ങുണ്ട്. എന്താണെന്നറിയാമോ? രണ്ടിടത്തും നടത്തും. നുള്ളിക്കൊടുക്കൽ. നുള്ളിക്കൊടുക്കലിന് എന്താ നുള്ളിക്കൊടുക്കുന്നേ? വെൺപാച്ചോർ. അച്ഛനില്ലേ, നിങ്ങളൊക്കെ പെട്ടുപോയനെ കേട്ടോ. വെൺപാച്ചോറാണ്. ഈ പാച്ചോറിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നറിയാമോ? ഇവിടെ ചില ആൻറ്റിമാരൊക്കെ ഇരിക്കുന്നുണ്ട്, അവരെ വെറുതെ വിഷമിക്കാണ്. ഇപ്പോൾ എല്ലാം ചെയ്യുന്നത് ഈവൻ മാനേജ്മെൻറ്റുകാരല്ലേ. ഇപ്പം ഈ അമ്മമാർക്കൊന്നും അറിയത്തില്ലായിരിക്കും. പാലിൽ വേവിച്ചെടുക്കുന്ന ചോറാണ് പച്ചരി അല്ലേ ആൻറ്റി? പച്ചരി അല്ലേ? പച്ചരിയാണ്. അത് വേവിച്ചെടുത്ത് അതിനൂടെ പണ്ട് ജീരകവും ചുവന്നുള്ളി എല്ലാം ചേർക്കുമായിരുന്നു. അതൊരു മെഡിസിനാണ്, ഒരു മെഡിസിനൽ എഫക്റ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു, ബാലവിവാഹങ്ങളാണ് നടക്കുന്നത്. അച്ഛാ നിർത്തേണ്ടപ്പം പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അബ്രബ് സ്റ്റോപ്പല്ല, ഒരു 5 മിനിറ്റ് മുമ്പ് പറയാണ് നിർത്തേണ്ടപ്പം. അപ്പം ഈ ബാലവിവാഹം നിങ്ങളുടെ പരിപാടി നടത്തണ്ടേ? ഓക്കെ. ബാലവിവാഹം നടക്കുന്നതുകൊണ്ട് ഈ പിള്ളേർ കല്യാണത്തിൻ്റെ തലേ ദിവസം വരെ ഇങ്ങനെ തൊടികളിലൊക്കെ പറമ്പിലൊക്കെ നടന്ന് കണ്ണിമാങ്ങയും പെറുക്കി ഇരുമ്പുളിയിൽ നിന്ന് ഇവരിങ്ങനെ നടക്കും. അപ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ നടക്കുമ്പോൾ ഇതുങ്ങൾക്ക് വയറ്റുവേദന ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തലേദിവസം കൊടുക്കുന്ന ഒരു മെഡിസിനാണ്. ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന ഒരു മധുരമുണ്ട്. എന്താണെന്നറിയാമോ? ചക്കര, നോട്ട് ശർക്കര, ജാഗറി. ചക്കര ഒരു മെഡിസിനാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വയറ്റുവേദന വരുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചക്കരയും കൂടെ മിശ്രിതം ഞങ്ങൾക്ക് തരുമായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ അത് ഈ ചക്കരയുടെ കൊടുത്തൊരു മെഡിസിനാണ്. പക്ഷേ ഇത് കൊടുക്കുന്ന മാതാപിതാക്കളും മൂത്ത സഹോദരങ്ങളും എന്താ പറയുന്നത് അറിയാമോ? മകനെ, നിനക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഇന്ന് തരുന്നു, നാളെ നീ നിനക്കുള്ളത് തേടിയെടുക്കണം. ഏതൊരു ഫരമേൽപ്പിക്കൽ കൂടി. എടാ, അവൻ്റെ കാര്യം അവൻ്റെ പേരൻസ് നോക്കി, നീ നോക്കണ്ട, അവനെ നീ കയ്യെ പിടിച്ച് ഷെയ്ക്കാനൊന്നും കൊടുക്കണ്ട. ഇവൻ കേട്ടോ പറഞ്ഞേ, അവൻ അറിഞ്ഞതുപോലും അല്ലേ പാവം അച്ഛൻ.
അപ്പം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുന്നതുകൊണ്ട് വയറിന് സുഖം കിട്ടും, വീട്ടുകാർ ഒരു അനുഗ്രഹവുമാകും. കേട്ടല്ലോ, അനുഗ്രഹമാണ്. സത്യത്തിലുണ്ടല്ലോ, നിങ്ങൾ പിണങ്ങത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. പ്രായത്തിൽ കുറഞ്ഞ പിള്ളേർ നുള്ളി കൊടുക്കാറില്ല. 2 വയസ്സുള്ള അനന്തരൻ ഊപ്പ് വരെ തയ്യാറായി നിൽക്കുക അങ്കിളിന് നുള്ളി കൊടുക്കാൻ. ഇപ്പം പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ, മുതിർന്നവർ മാത്രമേ നുള്ളി കൊടുക്കുകയുള്ളായിരുന്നു. എനിവേ നുള്ളിക്കൊടുക്കൽ കഴിഞ്ഞു. ഇനി കല്യാണം നടന്നു. കല്യാണം നടന്നു കഴിയുമ്പം പന്തലിൻ്റെ വാതിൽ, ഇപ്പം പന്തൽ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, പരീക്ഷകളുടെ വാതിക്കൽ അമ്മായിമ്മ, ആലമ്മായിമ്മ, പെണ്ണിൻ്റെ അമ്മായിമ്മ, അല്ലെങ്കിൽ ചെറുക്കൻ്റെ അമ്മ, അങ്ങനെ പറയാവേ. ചെറുക്കൻ്റെ അമ്മ ഒരു താലത്തിൽ വെള്ളമൊഴിച്ച് അതിൽ നെല്ല് വിട്ട് ഒരു വെറ്റില മുക്കി കുരിശാകൃതിയിൽ അവരെ ബ്ലസ് ചെയ്യും. അതിൻ്റെ പേരെന്നടാ, ചുറ്റിച്ച് കളഞ്ഞല്ലോ, നെല്ലും നീരും വയ്ക്കൽ. പെട്ടെന്ന് കേട്ടപ്പോൾ അവന് കിട്ടിയില്ല. നെല്ലും നീരും വയ്ക്കൽ, അത് അമ്മ കൊടുക്കുന്ന അനുഗ്രഹം കേട്ടോ ഈ പ്രിയപ്പെട്ട മക്കൾക്ക്. അത് കഴിഞ്ഞിട്ട് ഈ നടവിളിച്ചൊക്കെ വരുന്നുണ്ട്. നടവയിട്ടും കുരവയൊക്കെ അടിച്ച് വിളിച്ചുമൊക്കെ വരും. ഇതൊക്കെ നമ്മുടെ ഒരു അവകാശങ്ങളൊക്കെയാണ്. പിന്നെ മണക്കോലത്തെ പിടിച്ച അമ്മാച്ചന്മാർ വന്ന് പിടിച്ചിരുത്തി കഴിഞ്ഞൊരു പാട്ട് പാടും. ഏതാ? വാഴ്വന്ന വാഴു നീനക്കാകെ തന്നേ, നീയും നിൻ ഭർത്താവും മക്കളും കൂടെ കാലം വെറുതായി വാണിട്ടിരിക്കണം, വാഴ്വാന ഭൂമി ബലമാകെ തന്നേ. വാഴ്വ് പിടിക്കുന്നേ കണ്ടുള്ളൂ, പാട്ട് ശ്രദ്ധിച്ചിട്ടില്ല ആരും. അതാണ് എൻ്റെ കഥ. ആരാ വാഴ്വ് പിടിക്കുന്നേ? അമ്മമാരോട് പറയിപ്പിക്കാം അല്ലേ? അമ്മമാരെന്ന് പറഞ്ഞാൽ ആരാ വാഴ്വ് പിടിക്കുന്നേ? ചെറുക്കൻ്റെ അമ്മയാണോ? അല്ല, പെണ്ണിൻ്റെ അമ്മ. പെണ്ണിൻ്റെ അമ്മ വാഴ്വ് പിടിച്ചവരെ അനുഗ്രഹിക്കുകയാണ്. മക്കളെ, നീയും നിൻ്റെ ഭർത്താവും മക്കളും കൂടെ കാലം വലുതായി വാണിട്ടിരിക്കുകയാണ്. ദീർഘകാലം എന്താ പറയുക, സുമംഗലി പാവുന്തി നമ്മൾ പറയത്തില്ലേ, ദീർഘസുമന്തി പാവും. അച്ഛനറിയാം എന്നെക്കാൾ നല്ലതായിട്ട്. അപ്പോൾ ദീർഘകാലം എന്താ പറയുക, മംഗല്യം ഒക്കെ ആഘോഷിച്ചിരിക്കുക. നീ ജോലി ചെയ്യുന്ന, നീ കൃഷി ചെയ്യുന്ന ഇടം നിനക്ക് ഫലം തരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വാഴ് കഴിഞ്ഞ് പാലും പഴം കൊടുക്കുന്ന അമ്മയോ അമ്മയുടെ സ്ഥാനത്തുള്ള ആളെ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം പാലും പഴം കൊടുക്കുമ്പോൾ പാടുന്ന പാട്ട് ഏതാ? 2, 3. ആലോഹനായൻ തുണയാൽ ചൊല്ലുന്നു അൻപോടു നല്ല വിശേഷങ്ങൾ ചൊല്ലു. വളരെ മനോഹരമായിട്ട് ആലോഹന അത് പാലും പഴം കൊടുക്കുന്ന സമയത്ത് പാട്ട് പാടുവാണ്. നിന്നെ മധുരം തന്ന നിന്നെ അനുഗ്രഹിക്കാൻ. ഇതൊക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രയൊക്കെ ഉള്ളപ്പോൾ എന്തിനാ ഈ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അവനെ എന്താ കൊടുക്കുന്നത്? മധുരം കേക്ക് കട്ട് ചെയ്യുന്നു, പിന്നെ എന്നാ സ്ട്രോ ഇട്ട് കരിക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ ഒന്നും ഒരാവശ്യമുള്ളതല്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ മതി, ഇതൊക്കെ മധുരമാണ്. അത് കഴിഞ്ഞിട്ട് കച്ച തഴുകുന്നു. ആരാ കച്ച തഴുകുന്നത്? ആരാ? എൻ്റെ പോലെ കച്ച തഴുകുന്ന ആരാ? 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടല്ലോ, അല്ല 9ാം ക്ലാസ്സിലല്ലേ സൺഡേ സ്കൂളിൻ്റെ പാഠപുസ്തകത്തിലുള്ളത്. കച്ചടയും ജ്ഞാനക്കാരുടെ വിവാഹാചാരങ്ങളെക്കുറിച്ച് പറയുന്ന 9ലാണ്. അതെ, ഞാൻ ഇത് എഴുതിയത് നല്ല ഓർമ്മയുണ്ട്. കച്ച തഴുകുന്ന ആരാ? ദൈവമായി പ്രായമുള്ളവർ വേണ്ടി വന്നു. അമ്മാച്ചനാ കേട്ടോ. മക്കളെല്ലാം ശ്രദ്ധിച്ചോണം. അമ്മാച്ചന്മാരാണ് കച്ച തഴുകുന്നത്. ആരുടെ? പെണ്ണിൻ്റെ അമ്മാച്ചൻ. കച്ച തഴുകുമ്പോൾ ഇവളെ അനുഗ്രഹിക്കുകയാണ്, ഇവൾക്ക് വാഴ്വുകൾ നൽകിയാണ്. അമ്മാച്ചൻ, അമ്മ, വല്യമ്മ 3 പേരും കച്ച തഴുകുമ്പോൾ പാടുന്ന പാട്ട് ഏതാ? പൊന്നണിന്തീടും തണ്ടുകരേറി മംഗല്യവേല കാൺമാ. എന്ത് രസവും നമ്മുടെ പാട്ടല്ലേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയാ, എടാ ഈ പാട്ടൊക്കെ കേട്ടാൽ മതിയല്ലോ, പിന്നെ എന്നാ വേണം? നമുക്ക് മാത്രമുള്ള ഇത്തിരി പർട്ടിക്കുലറായിട്ടുള്ള പാട്ടുകളൊക്കെ. ഈ പാട്ട് പാടിക്കൊണ്ട് കച്ചഴുകൽ, അത് കഴിഞ്ഞ് മണിയറ പ്രവേശനം. ചെറുക്കനെയും പെണ്ണിനെയും ആദ്യമായിട്ട് മണിയറയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു പാരമ്പര്യം. പണ്ട് കാലത്ത് അത് ഈ പി ലൂക്കോസിൻ്റെ പുസ്തകത്തിലുണ്ട് ആ പാട്ട് കേട്ടോ, മണിയറ പ്രവേശനത്തിൻ്റെ പാട്ട്. അത് ഭയങ്കര രസകരമായ കാര്യമാണ്. കൊച്ചു പിള്ളേരല്ലേ, അപ്പം അവരെ ഈ മുറിയിലോട്ടൊന്ന് അറയുന്ന നിലയ്ക്കുള്ള മുറി പെരയാ. ആ മുറിക്കകത്തൊരു കയറ്റിയിട്ട് കഥ അടയ്ക്കും. അപ്പൻ്റെ പെങ്ങളുടെ ജോലി അത്. അപ്പോൾ ചെറുക്കൻ്റെ അപ്പൻ്റെ പെങ്ങൾ കഥ അടച്ചിട്ട് ഇവർ കൊട്ടുമ്പം കഥ തുറന്ന് പിള്ളേർ ചിരിച്ച് കാണിക്കും. ഇവർ സാറ്റ് കളിക്കുന്നതല്ലേ പിള്ളേരെ. പക്ഷെ ഇവർക്ക് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു കൊടുക്കുകയാണ് മണിയറ പ്രവേശനത്തിൻ്റെ. അത് കഴിഞ്ഞാൽ അന്നുമായിട്ട് പിള്ളേർ അപ്പൻ്റെ അമ്മയോട് ഇതിൽ ഐക്യം കിടക്കുന്നത്, അത് വേറെ കാര്യം, കുഞ്ഞു പിള്ളേരല്ലേ. അപ്പോൾ പാടുന്ന പാട്ടുണ്ട്, വളരെ രസകരമാണ് പാട്ട്. മങ്കതങ്കും മണിയറയിൽ മണവാളൻ കഥ കടച്ചു. വളരെ രസകരമായ പാട്ട്, വളരെ ദീർഘമാണ്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് തന്നെ 3 പ്രാവശ്യം കൊട്ടും 3 പ്രാവശ്യം തുറക്കും. അതാണ് മണിയറ പ്രവേശനം. പിറ്റേ ദിവസം നടക്കുന്ന ഒരു കാര്യമാണ് നീരാട്ട്. അപ്പം നീലമ്പേരിലുള്ള കാര്യമാണ് നമുക്ക് നോക്കാം. നീലമ്പേരിൽ ചെറുക്കനും പെണ്ണും അവരുടെ ഫസ്റ്റ് നൈറ്റും ഒക്കെ കഴിഞ്ഞ് പിള്ളേർ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് ഇവരെ
എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാൻ വേണ്ടി നീലമ്പേരി തോട്ടിലോട്ട് കൊണ്ടുപോയി. ഇതിനൊക്കെ വലിയ തോട് വേറെ സ്ഥലത്ത് നമുക്ക് ഈ തോട് വിചാരിക്കാം. കൊച്ചു പിള്ളേർ, അത് നിങ്ങൾ മനസ്സ് വിചാരിക്കണേ, മുതിർന്നവരല്ല. ഈ പിള്ളേരെ എണ്ണ തേപ്പിച്ച് ഇവരെ കുളിപ്പിക്കാൻ വേണ്ടി പോകുമ്പോഴും നീരാട്ട് പാട്ടുണ്ട്. അപ്പോൾ പുരുഷന്മാർ നടവിളിക്കും, സ്ത്രീകൾ കൊരവയിടും. ഇന്നത്തെ കാലത്തെ പിള്ളേരാണെങ്കിൽ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് രാവിലെ എന്നാൽ തോട്ടിൽ കുളിക്കാമെന്ന് വിചാരിച്ച് പോകുമ്പോഴത്തേക്ക് കുറച്ച് ആണുങ്ങൾ വന്ന് നടവിളിക്കും, പെണ്ണുങ്ങൾ കുരവിടുകയും ചെയ്താൽ അവർ വണ്ടി എടുത്ത് ഓടിക്കളെ വിടുന്നു, അല്ലേ? ചമ്മലല്ലേ? പക്ഷേ ഈ പിള്ളേർക്ക് വല്ലതും, നമ്മുടെ ജോഹാൻ്റെ ഭാഗത്തുള്ള പിള്ളേരാണ്, അവർക്ക് വല്ലതും അറിയാവോ? പക്ഷേ ഇതെല്ലാം ഒരു ആചാരമായിരുന്നു, ആചാരപരമായ നീരാട്ട്. ഞാനിത് ഇത്രയും നിങ്ങൾ പറഞ്ഞെന്താണെന്നറിയാമോ? നമ്മളുടെ ഫ്ലറിഷ്ഡ് വിത്ത് റിച്വൽസാണ്. ഇത്തരം വെഡിങ് റിച്വൽസൊക്കെ നമ്മൾ ആചരിക്കുമ്പോൾ അഭിമാനത്തിൽ, പണ്ട് ഒരാഴ്ച കാലമായിരുന്നു കല്യാണമൊക്കെ, പന്തലിടിയിൽ മുതൽ തുടങ്ങുമായിരുന്നു. അടുത്ത് ഇനി നമുക്ക് എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. എൻഡോഗമസ് ട്രഡീഷനിലേക്കൂടെ വന്ന് നമുക്കിത് അവസാനിപ്പിക്കാം. ക്നാനാക്കാർ എന്തുകൊണ്ടാണ് ക്നാനാക്കാരെന്ന് മാത്രം വിവാഹം കഴിക്കുന്നത്? വാട്ട് ഈസ് എൻഡോഗമി എന്ന് ചോദിച്ചാൽ മാരിങ് ഫ്രം വൺസ് ഓൺ കമ്മ്യൂണിറ്റി. ഒരു പറഞ്ഞ ഇത് നമ്മുടെ ഇടയിൽ മാത്രമല്ല, ഹിന്ദുക്കളുടെ ഇടയിൽ, ഞാൻ പറഞ്ഞില്ലേ കാസ്റ്റ് സിസ്റ്റം നിലനിന്ന കാലഘട്ടത്തിൽ, അന്ന് ഈ ഹിന്ദുക്കളും അവരുടെ ആ കാസ്റ്റ് നിലനിർത്താൻ വേണ്ടി അവർ എൻഡോഗമി ആചരിച്ചിരുന്നു. പക്ഷേ നമ്മൾ ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായിട്ടല്ല നമ്മൾ എൻഡോഗമി ആചരിക്കുന്നത്. നമ്മൾ വലിയ ആളുകളാണെന്ന് മറ്റുള്ള കാണിക്കാനുമല്ല. നമ്മൾ വിചാരിച്ചാലല്ലേ ഉള്ളൂ നമ്മുടെ സ്വത്വം, ഐഡൻറ്റിറ്റി നിലനിൽക്കത്തുള്ളൂ. ക്നാനായെന്ന് കല്യാണം കഴിച്ചെങ്കിൽ നമ്മളും കല്യാണം കഴിച്ചാലേ ഈ സമുദായം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ അറിയണം, നമ്മുടെ ഡിസ്റ്റിങ്റ്റീവ്സ്, നമ്മുടെ പ്രത്യേകതകൾ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ അന്തസ്സ്, നമ്മുടെ ഐഡൻറ്റിറ്റി, ഇതെല്ലാം കാത്തു സൂക്ഷിക്കാനാണ് എൻഡോഗമി. അല്ലാതെ ആരുടെ മുമ്പിൽ സുപ്പീരിയർ കോംപ്ലക്സ് കാണിക്കാനല്ല. നമുക്ക് ദൈവം തമ്പുരാൻ തന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ക്നാനായക്കാരനായി ജനിക്കാൻ കഴിഞ്ഞെന്നുള്ളത്. കർമ്മം കൊണ്ടല്ല, ജന്മം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ക്നാനായക്കാരനാകാൻ കഴിയൂ. ഒത്തിരി പ്രാവശ്യം നിങ്ങൾ കേട്ടുള്ള കാര്യം, അല്ലേ? അപ്പം നിങ്ങൾ ഈ ക്നാനായത്തെ നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ക്നാനായം തന്നെ വിവാഹം കഴിക്കണം. ഓക്കെ, നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇതിനൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. അത് നമ്മൾ ആദ്യം അറിയേണ്ടത്, നമ്മുടെ ഈ ട്രഡീഷൻ അബ്രഹാമിൻ്റെ കാലം മുതലുള്ള ട്രഡീഷനാണ്. ചിലർ വിചാരിക്കും ക്നാനാക്കാരുടെ വന്നതിന് ശേഷം മാത്രമുള്ള ട്രഡീഷൻ. നോ, അബ്രഹാം പിതാവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ, പേരൻ അബ്രഹാമിൻ്റെ മോൻ്റെ പേരനാ ഇസഹാക്ക്. ഇസഹാക്കിനെ കല്യാണം ആലോചിക്കാൻ വേണ്ടി അബ്രഹാം തൻ്റെ കാര്യസ്ഥനെ പറഞ്ഞു വിടുന്നു. കാര്യസ്ഥൻ്റെ പേരെന്താണ്? എലയാസാർ കേട്ടോ. എലയാസാർ, ദമസ്കക്കാരനായ എലയാസാർ. അപ്പോൾ അവനോട് പറയുന്നുണ്ട്, എൻ്റെ കുലത്തിലും ചാർച്ചയിലും പെട്ട ഒരു പെൺകുട്ടിയെ നീ കണ്ടെത്തിക്കൊണ്ട് വരണം. പറയാണ്, നീ എൻ്റെ അതിന് അബ്രഹാമിൻ്റെ തൊടയുടെ കീഴെ ആ എലയാസാറിൻ്റെ കൈ വെച്ച് ഇത് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്, വാക്കുറപ്പിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അബ്രഹാമിൻ്റെ കുലത്തിലേക്ക് തന്നെ ചെല്ലുകയും റെഗുവലിൻ്റെ മകനാകുന്ന ലാബാൻ്റെ സഹോദരിയാകുന്ന റിബേക്കയെ ഇവന് വേണ്ടി കണ്ടെത്തിക്കൊണ്ട്, അതേ ട്രഡീഷൻപ്പെട്ട ആളെ കണ്ടെത്തിക്കൊണ്ട് വരുന്നത്. ഇസാക്കിന് എത്ര മക്കളുണ്ടായിരുന്നു? ചുറ്റിപ്പോയല്ലോ. ഈ അച്ഛൻ ഈ പിള്ളേരെ എണ്ണം ചോദിച്ചാൽ ഞങ്ങൾ തന്നെ പറയും. 2 പേരാ കേട്ടോ. പേര് പറയാവോ? ഏശാവ്. അപ്പം ഏശാവും ആരാ? യാക്കോബ് അല്ലേ? ഓക്കെ, ഞാൻ മറന്നുപോയി. ഏശാവും യാക്കോബും. ഈ ഏശാവ് ഒരു കുരുത്തക്കേട് കാണിച്ചെന്നറിയാമോ? ഹിവ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഈ അമ്മ റിബേക്ക യാക്കോ എന്ന് പറയുന്നുണ്ട്, മകനെ, ഈ ഹിവ്യ സ്ത്രീകൾ മൂലം ഞാൻ വളരെ മനപ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ കുലത്തിലും ചാർജ് ചെയ്ത് എൻ്റെ ആങ്ങളുടെ മക്കളിൽ ഒരാളെ നീ വിവാഹം കഴിച്ചുകൊണ്ട് വരണം, പുറത്തുനിന്ന് വിവാഹം കഴിക്കരുത്. യാക്കോബ് വലിയ പുള്ളിയായിരുന്നു. ഈ ലാബാന് എത്ര പെൺമക്കളുണ്ടായിരുന്നു? 2 പേര്. പേരെന്നാ? ലേയയും റാഹേലും. ഈ പുള്ളി 2 കെട്ടിക്കൊണ്ട് വന്നു. ഒരാളെയല്ല, അമ്മ വന്ന് പറഞ്ഞു, പുള്ളി 2 കെട്ടിക്കൊണ്ട് വന്നു. പക്ഷേ ക്നാനായത്വം നഷ്ടപ്പെടാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. ഞാനിവിടെ പറയുന്നത് അത് നമ്മുടെ പേട്രിക്കൽ ട്രഡീഷനിലാണ്, നമ്മൾ തുടങ്ങി വെച്ചതാണ്. ഇനി പിന്നീട് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ ഉടനീളം യഹോവ രാജാക്കന്മാരോട് പറയുന്നു, നിങ്ങൾ ഒരു കാരണവശാലും അന്യ സ്ത്രീകളെ വിവാഹം കഴിക്കരുത്, നിങ്ങൾ വിഗ്രഹാരാധികളായി മാറും, നിങ്ങളുടെ ഇടയിലെ ബന്ധം മുറിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അന്യ സ്ത്രീകളെ വിവാഹം കഴിക്കാതിരിക്കണമെന്ന് നമുക്ക് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പല പ്രാവശ്യം കാണാൻ കഴിയും. എന്നാൽ ബുക്ക് ഓഫ് എസ്രായിലേക്ക് വരുമ്പോൾ, ഞാൻ മുമ്പ് ഒരു എക്സൈലിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ഒരു എന്താ പറയുന്നത്, നാടുകടത്തൽ പ്രവാസം, ബാബിലോണിയ പ്രവാസത്തിലേക്ക് 70 വർഷം പോയി കഴിഞ്ഞിട്ട് ഈ എസ്രായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എസ്രായുടെ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ അവർ മടങ്ങി വരികയാണ്. ഇന്നത്തെ രാജാവ് കോരസ് രാജാവാണോ ദരിയാസ് രാജാവ് ഓർക്കുന്നില്ല.
രാജാവ് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോയി നിങ്ങളുടെ പട്ടണം ഇവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ മാതൃദേശം ഞങ്ങൾക്ക് പണിയണം, പട്ടണം പണിയാൻ ഞങ്ങളെ വിടണമെന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ളൊരു പൊക്കോളം പറഞ്ഞപ്പോഴാണ് കുറച്ച് ആൾക്കാർ അവിടെ തന്നെ നിന്നു. മുമ്പേ പറഞ്ഞല്ലോ ജൂയിഷ് ക്രിസ്ത്യൻസായിട്ട് തീർന്ന അവരിൽ നിന്നാണെന്ന്. കുറച്ച് ആൾക്കാർ ഇവരുടെ കൂട്ടത്തിൽ പോയി. എന്നാൽ ഈ ഇവരുടെ കൂട്ടത്തിൽ പോയ ഈ യഹൂദന്മാരുടെ നിന്ന് പുറത്തുനിന്ന് വിവാഹം കഴിച്ച ചിലരുണ്ടായിരുന്നു. വല്ലാത്തൊരു പണിയായിപ്പോയി. ഇതറിഞ്ഞ് എസ്ര കൂടാരത്തിൻ്റെ മുമ്പിൽ നിലത്ത് വീണ് കടന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു, പിതാവേ അങ്ങ് വിഷമിക്കണ്ട, നമുക്കൊരു ഒരു പ്രഖ്യാപനം നടത്താം, പുറത്തുനിന്ന് വിവാഹം കഴിച്ചിട്ടുള്ളവരെല്ലാം തിരിച്ചു പൊക്കോളാൻ പറയാമെന്ന് പറയും. അപ്പോൾ എസ്ര പിറ്റേ ദിവസം അവിടെ ആ കുടിലിൻ്റെ മുമ്പിൽ നിന്ന് കൂടാരത്തിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾ പുറത്തുനിന്ന് വിവാഹം കഴിച്ചിട്ടുള്ളവർ അവരുടെ മക്കളെയും ജീവിത പങ്കാളിയും ആയിക്കൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് ബാബിലോണിലേക്ക് പോകാം, ബാക്കിയുള്ളവരുടെ എൻ്റെ കൂടെ വന്നാൽ മതി. അപ്പോൾ കുറച്ച് ആൾക്കാർ ഭാര്യ മക്കൾ സഹിതം അവർ തിരിച്ചു പോയി. വേറെ ചില ആൾക്കാർ പറഞ്ഞെന്നാൽ ഞാൻ ഭാര്യ മക്കളെയും വിടുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരികയാണെന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. അപ്പോൾ അവിടെ ഒരു പ്രതിജ്ഞ എടുത്ത് ആ പ്രതിജ്ഞയെക്കുറിച്ച് എസ്രയുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് മാക്സൈ ഡിമോണ്ട് എന്ന് പറയുന്ന ഒരു യഹൂദൻ അദ്ദേഹം എഴുതിയതായ പുസ്തകം. ഞാനത് നേരിട്ട് എനിക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാനഡയിൽ വെച്ച് ആൽബർട്ടായിലെ ഒരു ആൽബർട്ട് ലൈബ്രറി, അച്ഛൻ അറിയാം, സന്തോഷൻ ആൽബർട്ടായിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ പോകുന്നതിന് ശേഷം ആൽബർട്ടായിലെ ലൈബ്രറിയിൽ ചെന്നപ്പോൾ ഒരു ജൂയിഷ് ലൈബ്രറി ഞാൻ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം അവിടുത്തെ റബ്ബായി നീൽ നൂമർ എന്ന് പറയും, അദ്ദേഹം എനിക്ക് ഈ ബുക്ക് എടുത്തു തന്നു. ജ്ഞാനക്കാരനാണെന്നും യഹൂദ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന കേട്ടപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് എന്നെ ഹഗ് ചെയ്തു. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അന്ന് പിരിഞ്ഞത്. അപ്പോൾ ഞാൻ പറയാൻ കാര്യം, അപ്പോൾ ഈ ജീവ്സ് ഗോഡ് ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ യഹൂദൻ്റെ വളരെ പ്രശസ്തമായ പ്രതിജ്ഞ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 9-ാം അധ്യായത്തിൽ എസ്രായി കൊടുത്തിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഈ പുസ്തകത്തിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെ അവർ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, വേദപുസ്തകപരമായി ചില ആളുകൾ ഇതിനെ എതിർക്കാറുണ്ട്. വേദപുസ്തകത്തിനെതിരാണെന്നും ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിനെതിരാണെന്നും ഒക്കെ പറഞ്ഞ് ഇതിനെ എതിർക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ബൈബിൾ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അടുത്ത സ്ലൈഡ് എന്നിട്ട് ലാസ്റ്റിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ എൻഡോഗമി എന്താണെന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. റിച്ചാർഡ് മൈക്കിൾ സുഡേസ്കി എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ 1987 കേരളത്തിൽ വന്നു. ക്നാനായക്കാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പുസ്തകം എനിക്ക് പിന്നീട് കിട്ടിയതാണ്. അത് 88 അമേരിക്കയിലെ സുഡേസ്കി എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ബ്ലഡ് വെഡിങ്സ് ക്നാനായ ക്രിസ്ത്യൻസ് ഇൻ കേരള എന്നാണ് ബുക്കിൻ്റെ പേര്. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ക്നാനായക്കാർ അവരുടെ സുപ്പീരിയോറിറ്റി മൈൻഡല്ല, പിന്നെയോ അവരുടെ ആ സോഷ്യൽ ഇൻഡിവിജ്വാലിറ്റിയും എത്തനിക്കൽ ഐഡൻറ്റിറ്റിയും വ്യക്തിത്വം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് അവർ ക്നാനായ എന്ന് തന്നെ വിവാഹം കഴിക്കുന്നത്. ഇതാണ് നമ്മുടെ എൻഡോഗമിയുടെ ഉദ്ദേശവും. ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കളോട് എനിക്ക് പറയാനുള്ളത്, എനിക്കും 3 മക്കളുണ്ട്. ഞാൻ അവരോട് പറയുന്ന അതേ കാര്യം തന്നെ നിങ്ങളോട് പറയാണ്. മക്കളെ, ക്നാന എന്ന് മാത്രം വിവാഹം കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ദൈവം വരാൻ തക്കതായ ജീവിത പങ്കാളിയെ കണ്ടെത്തി തരും. നിങ്ങളുടെ സൺഡേ സ്കൂൾ ക്യാമ്പിലൊക്കെ ഞാൻ ഈ ക്ലാസ് എടുക്കും. നിങ്ങളോട് ഞാൻ ഓത്തൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ സീനിയേഴ്സിനെ കൊണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് ഓത്തെടുക്കാനുള്ള സമയമൊന്നുമില്ല. ഇനി നമ്മുടെ പ്രൗഡ് ടു ബി ക്നാന എന്ന് പറയുന്ന പ്രോഗ്രാം നടത്താൻ വേണ്ടി നമ്മുടെ യങ്സ്റ്റേഴ്സ് ജില്ല നിൽക്കുകയാണ്. നല്ല വൈബ് അല്ലേ? നമ്മുടെ അച്ഛൻ ബിബിനച്ഛൻ പോയോ? അച്ഛൻ അറിയാവുള്ളൂ ഈ ടൈമൊക്കെ. പിള്ളേർ നല്ല വൈബിൽ അവർ നിൽക്കുകയാണ്. അവർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. നിങ്ങൾ ഓർക്കണം, ഞാൻ ഇത്രയും നേരം ഇവിടെ മെനക്കെട്ടത് നിങ്ങൾക്ക് ക്നാനായ ചരിത്രത്തെയും പാരമ്പര്യത്തെക്കുറിച്ചുള്ള നല്ല അവബോധം ഉണ്ടാകാനാണ്.